ദൈവനാമത്തിൽ വന്ദനം. പൗരോഹിത്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. പട്ടത്ത സഭകൾ എന്ന പേരിൽ പൊതുവെ വിളിക്കപ്പെടുന്ന സഭകളിലെല്ലാം പൗരോഹിത്യം നിലനിൽക്കുന്നു. പഴയ നിയമകാലത്ത് ഉണ്ടായിരുന്നതുപോലെയുള്ള പൗരോഹിത്യമാണ് ഈ സഭകളിലുള്ളത്. എന്നാൽ ഒരു വ്യത്യാസം ഇതിലുള്ളത്, പഴയ നിയമകാലത്ത് അഹരോന്യ കുടുംബത്തിൽപ്പെട്ടവർക്ക് മാത്രമായിരുന്നു പൗരോഹിത്യം. എന്നാൽ ഈ കാലത്ത് കുടുംബം നോക്കാറില്ല. കൈവപ്പ് ലഭിച്ച ഏതു വ്യക്തിയും പുരോഹിതനാകുന്നു. ഇതാണ് ഏക വ്യത്യാസം. മറ്റു കാര്യങ്ങളിലെല്ലാം പഴയ നിയമ പൗരോഹിത്യത്തോട് സാമ്യമുള്ള രീതിയിലാണ് ഈ പട്ടത്ത് സഭകളിൽ പൗരോഹിത്യം നിലനിൽക്കുന്നത്. ബൈബിളിന്റെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ ഈ പൗരോഹിത്യത്തിന് ആധികാരികതയില്ല, ദൈവവചനത്തിൽ അടിസ്ഥാനമില്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് പൗരോഹിത്യത്തിന്റെ ചരിത്രത്തെപ്പറ്റി അല്പമായി മനസ്സിലാക്കാം. ആദ്യമായി ഒരു പുരോഹിതനെ നാം ബൈബിളിൽ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആദ്യമായി വായിക്കാം. ഇവിടെ മൽക്കീസദേക്ക് എന്ന പുരോഹിതനെ നാം കാണുന്നു. ശാലേമിലെ രാജാവാണ് മൽക്കീസദേക്ക്. ശാലേം എന്നതിന് സമാധാനം എന്നർത്ഥം. ശാലേമിന്റെ രാജാവ് എന്ന് പറയുമ്പോൾ സമാധാനത്തിന്റെ രാജാവ് എന്ന് നമുക്ക് അർത്ഥമെടുക്കാം. അതുപോലെ തന്നെ മൽക്കീസദേക്ക് എന്നതിന് നീതിയുടെ രാജാവ് എന്നാണ് അർത്ഥം. അങ്ങനെ മൽക്കീസദേക്ക് സമാധാനത്തിന്റെ രാജാവാണ്, നീതിയുടെ രാജാവാണ്. ബൈബിളിൽ ആദ്യമായി കാണുന്ന പുരോഹിതൻ മൽക്കീസദേക്കാണ്. ഗോത്രപിതാവായ അബ്രഹാം പോലും ഈ പുരോഹിതന് ദശാംശം കൊടുക്കുന്നതായി നാം കാണുന്നു. അങ്ങനെ ശ്രേഷ്ഠമായ ഒരു പൗരോഹിത്യം മൽക്കീസദേക്കിനുണ്ട്. അഹരോന്യ പൗരോഹിത്യം പോലെയല്ല മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം. അഹരോന്റെ പൗരോഹിത്യത്തിൽ അഹരോന്റെ കുടുംബത്തിൽ ജനിച്ചതാണ് എന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അഹരോന്റെ കുടുംബത്തിൽപ്പെടാത്ത ആർക്കും അഹരോന്യ പൗരോഹിത്യം സ്വീകരിക്കുവാൻ അനുവാദമില്ല. എന്നാൽ മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം അങ്ങനെയല്ല. മൽക്കീസദേക്കിന്റെ വംശാവലിയെപ്പറ്റി ബൈബിളിൽ രേഖയൊന്നുമില്ല. മൽക്കീസദേക്കിന്റെ അപ്പനാര്, അമ്മയാര്, അവൻ എപ്പോൾ ജനിച്ചു, എപ്പോൾ മരിച്ചു, ഇതൊന്നും തന്നെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ദൈവത്തിന്റെ ആത്മാവ് ആ വിഷയമൊക്കെ രഹസ്യമാക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മൽക്കീസദേക്കിന് അമ്മയില്ല, അപ്പനില്ല, ജീവാരംഭമില്ല, ജീവാവസാനമില്ല എന്ന് ആലങ്കാരികമായി പറയുവാൻ കഴിയും. സാധാരണ ഏതു മനുഷ്യനും ഉള്ളതുപോലെ മൽക്കീസദേക്കിനും അമ്മയും അപ്പനുമുണ്ട്, ജീവാരംഭവും ജീവാവസാനവുമുണ്ട്. എന്നാൽ ദൈവാത്മാവ് അത് രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ അഹരോന്റെ പൗരോഹിത്യം പോലെയല്ല മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം. അത് അപ്പനാരെ അമ്മയാരെ എന്ന് നോക്കിയല്ല ലഭിക്കുന്നത്. അതിനെ ആരംഭമില്ല, അവസാനമില്ല എന്ന് നമുക്ക് അലങ്കാര ഭാഷയിൽ പറയാവുന്നതാണ്. പുതിയ നിയമത്തിലെ പൗരോഹിത്യം എന്ന് പറയുന്നത് ഈ വിധത്തിലുള്ളതായ പൗരോഹിത്യമാണ്. എന്നാൽ ഇതങ്ങനെയല്ല, അഹരോന്യ പൗരോഹിത്യത്തിന്റെ നീക്കുബാക്കിയാണ് എന്ന് വരുത്തി തീർക്കുവാൻ പട്ടത്ത് സഭകൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അതിന് അവർ കണ്ടുപിടിച്ച ഒരു ഉപായവുമുണ്ട്. ആദ്യാചാരിത്വത്തെക്കുറിച്ച് ചൊല്ലുന്നതായ പാട്ടിൽ ഇപ്രകാരം പറയുന്നു: ആദ്യാചാരിത്വം മോശയും അഹരോനും കൂടെ ചേർന്ന് സ്വീകരിച്ചു. അതങ്ങനെ വന്ന് അവസാനം സ്കറിയായിക്ക് കിട്ടി. സ്കറിയായിൽ നിന്നും സ്നാപക യോഹന്നാൻ ലഭിച്ചു. യോഹന്നാനിൽ നിന്നും യേശുവിന് ലഭിച്ചു. യേശു അത് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു എന്ന്. ഇത് തികച്ചും വചനവിരുദ്ധമായ സാത്താന്യമായ ഒരു ഉപദേശമാണ് എന്ന് പറയാതെ വയ്യ. അഹരോന് പൗരോഹിത്യം ലഭിച്ചു എന്നത് ശരിയാണ്. അഹരോന്റെ തലമുറയിൽപ്പെട്ടവർക്ക് തുടർന്ന് ആ പൗരോഹിത്യം ലഭിച്ചു എന്നതും ശരി തന്നെ. യോഹന്നാൻ സ്നാപകന്റെ പിതാവായിരുന്ന സ്കറിയായിക്ക് ആ പൗരോഹിത്യം ലഭിച്ചു എന്നതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ സ്കറിയായിൽ നിന്ന് യോഹന്നാൻ പൗരോഹിത്യം ലഭിച്ചിട്ടില്ല. യോഹന്നാൻ സ്നാപകൻ ഒരിക്കലും പുരോഹിതനായിരുന്നില്ല. അവൻ മരുഭൂമിയിൽ ജീവിച്ചു. ഒട്ടകരോമങ്ങളുള്ള വസ്ത്രം ധരിച്ചു, അരയിൽ തോൽവാർ കെട്ടി, വെട്ടുക്കിളിയും കാട്ടുതേനും നിന്ന് ജീവിച്ചു. പുരോഹിതന്മാർ ഏതുവിധത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നുണ്ട്. ആ വിധത്തിലുള്ള വസ്ത്രം ഒരിക്കലും യോഹന്നാൻ ധരിച്ചിട്ടില്ല. യോഹന്നാൻ ഒരു ദിവസം പോലും ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തതുമില്ല. മാത്രമല്ല, യോഹന്നാനെ പുരോഹിതനെന്ന് ദൈവവചനത്തിൽ ഒരിടത്തും വിളിച്ചിട്ടുമില്ല. സ്നാപകനെന്നല്ലാതെ പുരോഹിതനെന്ന് വിളിച്ചിട്ടില്ല. അങ്ങനെ സ്നാപക യോഹന്നാൻ ഒരിക്കൽ പോലും പൗരോഹിത്യം സ്വീകരിച്ചിട്ടില്ല. അഹരോന്റെ കുടുംബത്തിൽ ജനിച്ചു എന്നല്ലാതെ പൗരോഹിത്യം സ്വീകരിക്കാത്ത വ്യക്തിയെ എങ്ങനെ പുരോഹിതനെന്ന് വിളിക്കുവാൻ സാധിക്കും? അങ്ങനെ സ്കറിയായിൽ നിന്നും പൗരോഹിത്യം യോഹന്നാനിൽ വന്നു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. മാത്രമല്ല, യോഹന്നാൻ യേശുക്രിസ്തുവിന് പൗരോഹിത്യം കൊടുത്തു എന്നാണ് അടുത്ത ഭാഗം. അതും ശരിയല്ല. യേശുക്രിസ്തു യോഹന്നാനിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു എന്ന് പറയുന്നത് ശരിയായൊരു കാര്യമല്ല. അതിനെ വചനത്തിൽ തെളിവില്ല. യേശുക്രിസ്തുവിനെ യോഹന്നാൻ സ്നാനപ്പെടുത്തി എന്നത് ശരി തന്നെ.
പക്ഷേ യേശുക്രിസ്തു ഒരിക്കലും യോഹന്നാനിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചില്ല. സ്നാനപ്പെടുത്തുമ്പോൾ പൗരോഹിത്യമാണ് വരുന്നതെങ്കിൽ യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിയ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെല്ലാം പൗരോഹിതന്മാരാണെന്ന് പറയേണ്ടതായി വരും. ഇതൊന്നും ശരിയായ വ്യാഖ്യാനമല്ല. അങ്ങനെ യോഹന്നാനിൽ നിന്നും യേശു സ്നാനമേറ്റതുകൊണ്ട് മാത്രം യേശുവിന് യോഹന്നാനിൽ നിന്നും പൗരോഹിത്യം ലഭിച്ചു എന്ന് പറയുവാൻ പറ്റില്ല. കാരണം സ്നാനം വേറെ, പൗരോഹിത്യം വേറെ. പട്ടത്ത് സഭകൾ പോലും സ്നാനവും പൗരോഹിത്യവും ഒന്നാണെന്ന് പറയുന്നില്ലല്ലോ. അതുകൊണ്ട് ആ തരത്തിലുള്ള വാദത്തിൽ കഴമ്പില്ല. യോഹന്നാൻ സ്നാപകനിൽ നിന്നും കർത്താവായ യേശുക്രിസ്തു പൗരോഹിത്യം സ്വീകരിച്ചു എന്ന് പ്രത്യക്ഷമായോ പരോക്ഷമായോ ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നതല്ല. ആ തരത്തിലുള്ള ഉപദേശം സാത്താന്യ ഉപദേശമാണ്. അങ്ങനെ യേശുക്രിസ്തു യോഹന്നാനിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു എന്നും കർത്താവ് ആ പൗരോഹിത്യം തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു എന്നുമാണ് വാദം. അത് ശരിയല്ല. കാരണം ശിഷ്യന്മാർക്ക് ലഭിച്ചതായ പൗരോഹിത്യം അഹരോന്യ പൗരോഹിത്യമല്ല, മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. അഹരോന്യ പൗരോഹിത്യം എന്ന് പറയുന്നത് അഹരോന്റെ കുടുംബത്തിലുള്ളവർക്ക് മാത്രം ലഭിക്കുന്നതായ പൗരോഹിത്യമാണ്. പത്രോസോ പൗലോസോ യോഹന്നാനോ ആരും തന്നെ അഹരോന്റെ കുടുംബത്തിൽ ജനിച്ച വ്യക്തികളായിരുന്നില്ല. അതുകൊണ്ട് അഹരോന്യ പൗരോഹിത്യം അവർക്ക് ലഭിച്ചു എന്ന് പറയുന്നതിൽ കഥയൊന്നുമില്ല. മാത്രമല്ല എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ് അവർക്ക് ലഭിച്ചതെന്ന്. യേശുവിന് ലഭിച്ചതും യേശുവിൽ നിന്ന് ശിഷ്യന്മാർക്ക് ലഭിച്ചതും മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. ആ പൗരോഹിത്യത്തിന് അമ്മയാര് അപ്പനാര് എന്നറിയേണ്ട കാര്യമില്ല, പറയേണ്ട കാര്യമില്ല. മാത്രമല്ല അതിന് ആരംഭവുമല്ല അവസാനമില്ല. അങ്ങനെ യേശുവിന് ലഭിച്ചതായ പൗരോഹിത്യവും യേശുവിൽ നിന്ന് ശിഷ്യന്മാർക്ക് ലഭിച്ചതായ പൗരോഹിത്യവും ഈ രണ്ടു വിധത്തിലുള്ള പൗരോഹിത്യങ്ങളും അഹരോന്യ പൗരോഹിത്യവുമായി ബന്ധമില്ല. അത് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. അതുകൊണ്ട് ആദ്യാചാരിത്വത്തെക്കുറിച്ച് ഈ പാടുന്ന പാട്ട് സാത്താൻ ഉണ്ടാക്കിയതാണ്. സാത്താന്റെ ആത്മാവിൽ ദുരാത്മാവിൽ നിറഞ്ഞാരോ ചമച്ചതാണ് ദൈവമക്കളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ദൈവവചനത്തിലുള്ളത് എന്ന വ്യാജേന സാത്താൻ നിർമ്മിച്ചെടുക്കുന്ന ഇത്തരത്തിലുള്ളതായ ഉപദേശങ്ങൾ സൂക്ഷിച്ചകലുവാൻ സൂക്ഷിച്ചൊഴിയുവാൻ ദൈവമക്കൾക്ക് പരിജ്ഞാനമുണ്ടാകണം. ദൈവവചനം പഠിച്ചാൽ അതിന് കഴിയുന്നതാണ്. യേശുക്രിസ്തു പുരോഹിതനാണ്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെല്ലാം പുരോഹിതരാണ്. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും പുരോഹിതരാണ്. അത് തികച്ചും സത്യമാണ്. എന്നാൽ പുതിയ നിയമകാലത്ത് ദൈവത്തിനും മനുഷ്യനും മധ്യേ മധ്യസ്ഥൻ ഒരുവൻ മാത്രമേയുള്ളൂ. ദൈവം ഒരുവനല്ലോ. ദൈവത്തിനും മനുഷ്യനും മധ്യേ മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി കൊടുത്ത യേശു തന്നെ. യേശു തന്നെ എന്ന് പറയുമ്പോൾ മറ്റാരെങ്കിലും കൂടെയുണ്ട് എന്നല്ല അർത്ഥം. യേശുവല്ലാതെ മറ്റൊരു പുരോഹിതനില്ല. യേശുവല്ലാതെ മറ്റൊരു മധ്യസ്ഥനില്ല. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ യേശു മാത്രമേയുള്ളൂ. ദൈവത്തെ സമീപിക്കുവാൻ ആഗ്രഹിക്കുന്ന ആർക്കും യേശുവിലൂടെ ദൈവത്തെ സമീപിക്കാവുന്നതാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് സത്യം ഇതാണ്, മധ്യസ്ഥന്മാരെന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയും യഥാർത്ഥ മധ്യസ്ഥനല്ല. യേശുവല്ലാതെ മറ്റൊരു മധ്യസ്ഥനേയില്ല. എല്ലാ വിശ്വാസിയും പുരോഹിതരാണ് എന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. സംശയമുള്ളവർ 1 പത്രോസ് 1-ാം അധ്യായം 9-ാം വാക്യവും വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യവും ശ്രദ്ധിക്കുക. പത്രോസ് പറയുന്നു, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് നാം. അതുപോലെ രാജകീയ പുരോഹിതവർഗമാണ്, വിശുദ്ധ വംശമാണ് എന്നൊക്കെ പത്രോസ് പറയുന്നു. അപ്പോൾ വിശ്വാസികൾ, രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസിയും പുരോഹിതനാണ്. അതിനപ്പുറമായി ഒരു പൗരോഹിത്യം ദൈവസഭയിലില്ല. ദൈവസഭയിലെ ഓരോ വിശ്വാസിയും പുരോഹിതനായിരിക്കുന്നതല്ലാതെ മറ്റേതെങ്കിലും വിശേഷതയുള്ള പൗരോഹിത്യം ദൈവവചനത്തിൽ കാണുന്നില്ല. പുതിയ നിയമം നാം ശ്രദ്ധിച്ചു പഠിക്കണം. പത്രോസോ പൗലോസോ യോഹന്നാനോ ആരും തന്നെ പുരോഹിതരായിരുന്നു എന്ന് എഴുതിയിട്ടേയില്ല. ആ തരത്തിലുള്ള പൗരോഹിത്യം ദൈവസഭയിലില്ല. എല്ലാ വിശ്വാസിയും പുരോഹിതരാണ്. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനും അതുതന്നെയാണ് പറയുന്നത്, നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു എന്ന്. അങ്ങനെ എല്ലാ വിശ്വാസിയും പുരോഹിതരാണ് എന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. എന്നാൽ സഭയിൽ ശുശ്രൂഷകന്മാരുണ്ട്. അത് വിവിധ തരത്തിലുള്ള ശുശ്രൂഷകളുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ശുശ്രൂഷകളാണ് ദൈവവചനത്തിലുള്ളത് എന്നറിയുവാൻ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം ശ്രദ്ധിക്കുക. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി നിയമിച്ചിരിക്കുന്നു, ചിലരെ പ്രവാചകന്മാരായി നിയമിച്ചിരിക്കുന്നു, ചിലർ സുവിശേഷകരാണ്, ചിലർ ഇടയന്മാരാണ്, മറ്റു ചിലർ അധ്യാപകരാണ്, അതായത് ഉപദേഷ്ടാക്കന്മാരാണ്.
ഇങ്ങനെ 5 തരത്തിലുള്ള ശുശ്രൂഷകളാണ് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. 1-ാം നൂറ്റാണ്ടിൽ ഈ 5 തരത്തിലുള്ള ശുശ്രൂഷകളും ഉണ്ടായിരുന്നു. ഈ 21-ാം നൂറ്റാണ്ടിലും അതൊക്കെ തന്നെ സ്ഥിതി. 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ അപ്പോസ്തലന്മാർ ഇന്നുമുണ്ട്. എന്നാൽ ഏക വ്യത്യാസം, 1-ാം നൂറ്റാണ്ടിൽ അതിശ്രേഷ്ഠതയുള്ള 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. എന്നാൽ ഇന്നുള്ള അപ്പോസ്തലന്മാർ ആ 12-ൽ പെട്ടതല്ല. അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ ഇന്നുണ്ട്. 12 പേരുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല എന്ന് മാത്രമേയുള്ളൂ. ബർന്നബാസ് അപ്പോസ്തോലനായിരുന്നു, 12 പേരിൽപ്പെട്ടയാളായിരുന്നില്ല എന്ന് മാത്രമേയുള്ളൂ. അതുപോലെ അപ്പല്ലോസിനെ അപ്പോസ്തോലനായി കണക്കാക്കിയിരുന്നു. പക്ഷേ അപ്പല്ലോസ് 12 പേരിൽപ്പെട്ട അപ്പോസ്തോലനായിരുന്നില്ല. അങ്ങനെ 12 പേരിൽ പെടാതെ തന്നെയും അപ്പോസ്തലന്മാർ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്നും ആ വിധത്തിലുള്ള ശുശ്രൂഷകന്മാരുണ്ട്. അതുപോലെ പ്രവാചകന്മാരുണ്ട്. സഭകൾ തോറും സഞ്ചരിച്ച് ദൈവവചനം പ്രസംഗിക്കുന്നവരാണവർ. സഭയ്ക്കുള്ളിലും ദൈവവചനം പ്രസംഗിക്കും. അപ്പോസ്തല പ്രവർത്തികളിൽ കാണുന്ന അഗബോസ് ആ തരത്തിൽപ്പെട്ട പ്രവാചകനായിരുന്നു. അദ്ദേഹം വിവിധ സഭകൾ സന്ദർശിച്ച് ദൈവത്തിന്റെ ആലോചനകൾ അറിയിച്ചിരുന്നു. എന്നാൽ സുവിശേഷകനായ ഫിലിപ്പോസിന്റെ 4 പെൺമക്കൾ, അവരും പ്രവചിക്കുന്നവരായിരുന്നു. പക്ഷെ അവർ സഞ്ചരിച്ചിരുന്നതായി കാണുന്നില്ല, അവരുടെ വീട്ടിലായിരുന്നു. അത് സ്ത്രീകളും പ്രവചിക്കും, പുരുഷന്മാരും പ്രവചിക്കും. ചിലർ സഞ്ചരിച്ച് പ്രവചിച്ചുകൊണ്ടിരുന്നു, ചിലർ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി താമസിച്ചിരുന്നു. പിന്നെ സുവിശേഷകരാണ്. ഫിലിപ്പോസ് തന്നെ നല്ല ഉദാഹരണം. സുവിശേഷകർ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും ദൈവവചനം അറിയിക്കുകയും ചെയ്യും. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തും, അങ്ങനെ സഭ സ്ഥാപിക്കും. ഒരു സഭ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിയിട്ട് അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ചെയ്യുന്ന സുവിശേഷകരുണ്ടായിരുന്നു. പ്രാദേശിക സഭയുടെ മൂപ്പന്മാരായ ഇടയന്മാർ അല്ലെങ്കിൽ ബിഷപ്പുമാരുണ്ടായിരുന്നു. ബിഷപ്പുമാരെന്ന് പറയുമ്പോൾ ഇന്ന് നാം കാണുന്ന വിധത്തിലുള്ള ബിഷപ്പുമാരാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ആ വിഷയത്തിലേക്ക് നാം വരികയാണ്. അങ്ങനെ സഭയിൽ ബിഷപ്പുമാരുണ്ടായിരുന്നു. കൂടാതെ വചനം പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടായിരുന്നു. നമ്മുടെ വേദപുസ്തകത്തിൽ ഉപദേഷ്ടാക്കന്മാർ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ അധ്യാപകരെന്നാണ്. ദൈവവചനം പഠിപ്പിക്കുന്നവർ ദൈവസഭയിൽ ഉണ്ടായിരുന്നു. ഇന്ന് മിക്ക ദൈവസഭയിലും അങ്ങനെയൊന്നില്ല. ഏതെങ്കിലും ഒരു വാക്യമെടുത്ത് കുറെ കാര്യങ്ങൾ പ്രസംഗിച്ച് കുറെ ഒച്ചയുണ്ടാക്കി ഉണർവെന്ന പേരിൽ കുറെ പാട്ടും പാടിച്ച് ബഹളമുണ്ടാക്കി തീർക്കുന്ന രീതിയാണുള്ളത്. അത് ശരിയായ രീതിയല്ല. ദൈവവചനം പഠിപ്പിക്കണം. ദൈവവചനം പഠിപ്പിക്കാൻ ആവശ്യമായ അധ്യാപകരുണ്ടായിരിക്കണം. പാസ്റ്റർമാർക്കും ആ ജോലി ചെയ്യാവുന്നതാണ്. അങ്ങനെ സഭകളിൽ ദൈവവചനം വസ്തുനിഷ്ഠമായി ജനത്തെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ സഭയിൽ ഈ 5 വിധത്തിലുള്ള ശുശ്രൂഷകന്മാരുണ്ടായിരുന്നു. ഇവരാരും പുരോഹിതന്മാരല്ല. അല്ലെങ്കിൽ വിശ്വാസികൾ എത്രത്തോളം പുരോഹിതരാണോ അത്രത്തോളം മാത്രമേ ഇവരും പുരോഹിതരാകുന്നുള്ളൂ. ഇവർക്ക് മറ്റ് ശ്രേഷ്ഠതകളൊന്നും തന്നെയില്ല. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഈ വിധത്തിൽ 5 തരം ശുശ്രൂഷകന്മാരുണ്ടായിരുന്നു. ഇവരെന്തിനാണ് ശുശ്രൂഷ ചെയ്തത് എന്നും 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത് ഇവർ എക്യുപ്പിംഗ് മിനിസ്റ്റേഴ്സ് ആണെന്നാണ്. അതായത് ദൈവജനത്തെ ശുശ്രൂഷ ചെയ്യുവാൻ പ്രാപ്തരാക്കുവാൻ, ദൈവജനത്തെ ശുശ്രൂഷ പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ളവരാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ശുശ്രൂഷകന്മാരെന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ ടീമിലെ കോച്ചിനെ പോലെയാണ്. പരിശീലന സമയത്ത് കളിക്കാരോടൊപ്പം കോച്ചും കളിച്ചു എന്ന് വരാം. എങ്ങനെ കളിക്കണമെന്ന് പഠിപ്പിക്കുക മാത്രമല്ല, അവരോടൊപ്പം കളിക്കുകയും കളിച്ചു കാണിക്കുകയും ചെയ്യും. എന്നാൽ യഥാർത്ഥ കളി കളിക്കേണ്ടത് അത് കോച്ചല്ല, കളിക്കാരാണ്. ഫുട്ബോൾ മാച്ച് നടക്കുന്ന സമയം കോച്ച് കോർട്ടിന് പുറത്തായിരിക്കും, കളിക്കാരാണ് കളിക്കേണ്ടത്. ഇതുപോലെയുള്ള ഒരു കാര്യമാണ് ദൈവസഭയിലുള്ളത്. അപ്പോസ്തലനും പ്രവാചകനും സുവിശേഷകനും ഇടയനും ഉപദേഷ്ടാവും യഥാർത്ഥ വിശ്വാസികളെ അവരെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി പഠിപ്പിക്കുവാനുള്ളവരാണ്, എക്യുപ്പിംഗ് ചെയ്യുവാനുള്ളവരാണ്. ഇങ്ങനൊരു ഉപദേശം പറയുമ്പോൾ ഇതെന്തോ ദുരുപദേശമാണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചേക്കാം. അങ്ങനെയുള്ളവർ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു വായിക്കുക. വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ മറ്റു മലയാള തർജ്ജിമകൾ, അതുപോലെ ഇംഗ്ലീഷ് തുടങ്ങിയവ വായിച്ചു നോക്കുക. വിവിധ തർജ്ജിമകൾ വായിച്ചാൽ നിങ്ങൾക്ക് ആശയം വ്യക്തമായി മനസ്സിലാകും. അപ്പോസ്തലരും പ്രവാചകനും ഒന്നും സഭയെ ഭരിക്കുവാനോ സഭയെ അനുസരണം പഠിപ്പിക്കുവാനോ സഭയുടെ മേൽ കർത്തൃത്വം നടത്തുവാനോ ഉള്ളവരല്ല. അവർ ദൈവജനത്തെ പരിശീലിപ്പിക്കുവാനുള്ളവരാണ്. യഥാർത്ഥ ശുശ്രൂഷ ചെയ്യേണ്ടത് ദൈവമക്കളാണ്. ദൈവമക്കളെ ശുശ്രൂഷ ചെയ്യുവാൻ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്
ദൈവം അപ്പോസ്തലനെയും പ്രവാചകനെയും ഇടയനെയും സുവിശേഷകനെയും ഉപദേഷ്ടാവിനെയും ഒക്കെ ആക്കി വച്ചിരിക്കുന്നത് എന്ന് ദൈവവചനം പറയുന്നു. എന്നാൽ പട്ടത്വ സഭകളിലെ രീതി കണ്ടുപഠിച്ചവരായ നമുക്ക് ഇവരും പട്ടക്കാരാണെന്ന്, അല്ലെങ്കിൽ ഇവർ സഭയെ ഭരിക്കുന്നവരാണ് എന്നുള്ള ഒരു ആശയമാണ് വരുന്നത്. സഭയെ അച്ചടക്കത്തിൽ പരിപാലിക്കുവാനുള്ളതായ കടമ ഇവർക്കുണ്ട്, അതിനുള്ള അധികാരം ഇവർക്കുണ്ട്. ഒരു ഫുട്ബോൾ ടീമിന്റെ മേൽ കോച്ചിനുള്ള അധികാരം പോലെ ടീമിനെ ഡിസിപ്ലിൻ പഠിപ്പിക്കേണ്ടത് കോച്ചാണ്, തീർച്ചയായും അത് ചെയ്തിരിക്കണം. എന്നാൽ അതിലപ്പുറമായിട്ട് ഈ പറയുന്ന ശുശ്രൂഷകന്മാർ പറയുന്നത് എന്തായാലും ചോദ്യം ചെയ്യാതെ അനുസരിച്ചുകൊണ്ട് അവർക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന ആൾക്കാരല്ല വിശ്വാസികൾ. മാത്രമല്ല 1 തീമോഥെയോസ് 3-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളും നാം ശ്രദ്ധിച്ച് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പഠിക്കേണ്ടതാണ്. ഇവിടെ നാം 3 തരത്തിലുള്ള ശുശ്രൂഷകന്മാരെ കാണുന്നു. 1 ബിഷപ്പ്, 2 ശുശ്രൂഷകന്മാർ, 3 ശുശ്രൂഷക്കാരത്തികൾ. അങ്ങനെ 3 തരത്തിലുള്ള ശുശ്രൂഷകർ ദൈവസഭയിലുണ്ട് എന്ന് ഈ വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. ആരൊക്കെയാണവർ? ബിഷപ്പ് എന്ന് പറയുന്നത് അധ്യക്ഷനാണ്. പിന്നെ ശുശ്രൂഷകന്മാരുണ്ട്, ശുശ്രൂഷക്കാരത്തികളുണ്ട്. ഏത് സഭയിലും ശുശ്രൂഷകരുണ്ടാകണം. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സഭാ ശുശ്രൂഷ എന്നും ഉപദേശിപ്പണി എന്നുമൊക്കെയാണ് പലരുടെയും ചിന്ത. പട്ടത്ത് സഭയിലുള്ളവർക്ക് അത് അച്ഛൻ പണി എന്നുള്ളതായ ഒരു വിശ്വാസമാണുള്ളത്. അതും ശരിയല്ല. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അച്ഛനുദ്യോഗമെന്നോ ഉപദേശിപ്പണിയെന്നോ ഒന്നും അർത്ഥമില്ല. ക്രെങ്കയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായിരുന്നു ഫേബ. അതുകൊണ്ട് കെങ്ക്രയ സഭയുടെ പാസ്റ്ററായിരുന്നു ഫേബ എന്നാരും തെറ്റിദ്ധരിക്കരുത്. ശുശ്രൂഷ എന്നാൽ ഉപദേശിപ്പണി എന്ന് അർത്ഥമില്ല. ദൈവസഭയിൽ പലതരം ജോലികളുണ്ട്. അതിഥികളെ സൽക്കരിക്കുന്നത് ആ കാലത്ത് വലിയൊരു ജോലിയായിരുന്നു. സഭയിൽ തന്നെ അനേകർ താമസിക്ക പതിവായിരുന്നതുകൊണ്ട് ഭക്ഷണം വെച്ച് വിളമ്പുന്നത് ഒരു കാര്യമായിരുന്നു. സഭയിൽ ആരാധനയ്ക്ക് കടന്നുവരുന്നവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ദൈവവചനം പഠിപ്പിക്കുക തുടങ്ങി പലതരത്തിലുള്ള കാര്യങ്ങൾ ദൈവസഭയിലുണ്ട്. ഇതൊക്കെ ചെയ്യുവാൻ ശുശ്രൂഷകന്മാരാവശ്യമാണ്, ശുശ്രൂഷക്കാരത്തികളും ആവശ്യമാണ്. ഈ 2 തരത്തിലുള്ള ആൾക്കാരും ദൈവസഭയിൽ ഒന്നിലധികം ഉണ്ടാകണം. അവരുടെ യോഗ്യതകൾ എന്താണ് എന്ന് പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്. ആ യോഗ്യതകളുള്ളതായ വ്യക്തികളെ സഭയിൽ ശുശ്രൂഷകരായി നിയമിക്കണം, ശുശ്രൂഷക്കാരത്തികളായി നിയമിക്കണം. അങ്ങനെ സഭയിൽ ഒന്നിലധികം ശുശ്രൂഷകന്മാരും ഒന്നിലധികം ശുശ്രൂഷക്കാരത്തികളും ഉണ്ടാകണം. എന്നാൽ ഇവരുടെ മേൽനോട്ടക്കാരൻ, ഓവർസിയർ, അധ്യക്ഷൻ, ആ വ്യക്തിയാണ് പാസ്റ്റർ അല്ലെങ്കിൽ ബിഷപ്പ്. അതേക്കുറിച്ചാണ് 1 തീമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ ആരംഭഭാഗത്ത് പറയുന്നത്. ഒരുവൻ ഓവർസിയർ ആകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അധ്യക്ഷനാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നല്ല വേലയാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഓവർസിയർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെ എന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. ഈ പറയുന്ന യോഗ്യതകൾ ഉള്ളതായ വ്യക്തിയെ ഓവർസിയറായും തെരഞ്ഞെടുക്കണം. അങ്ങനെ യഥാർത്ഥ ദൈവസഭയിൽ ഉണ്ടായിരിക്കേണ്ടത് ആരൊക്കെയാണ്? ലോക്കൽ സഭയിൽ, പ്രാദേശിക സഭയിൽ ശുശ്രൂഷകന്മാരുണ്ടായിരിക്കണം, ശുശ്രൂഷക്കാരത്തികൾ ഉണ്ടായിരിക്കണം. അവരുടെ അധ്യക്ഷനായി, ഓവർസിയറായി, മേൽനോട്ടക്കാരൻ അല്ലെങ്കിൽ കങ്കാണിയായി പാസ്റ്റർ അല്ലെങ്കിൽ ബിഷപ്പ് ഉണ്ടായിരിക്കണം. കൂടാതെ സഭയിൽ അധ്യാപകരുണ്ടാകാം, ശുശ്രൂഷകന്മാർക്കും അധ്യാപകരായി ജോലി ചെയ്യാം. പ്രവാചകരുണ്ടാകാം. സഭയിൽ നിന്ന് സുവിശേഷകരെ നമുക്ക് പറഞ്ഞയക്കാം. ലോകമെമ്പാടും പോയി അവർ സുവിശേഷം അറിയിക്കട്ടെ. സഭയിൽ ചിലപ്പോൾ അപ്പോസ്തലന്മാർ എഴുന്നേറ്റെന്ന് വരാം. അവർ ഒരു സഭ ഭരിക്കുകയല്ല, ഒന്നിലധികം സഭകളുടെ മേൽനോട്ടം വഹിക്കുന്നവരായിട്ട്, അതായത് ഇന്നത്തെ പോലെ സംഘടനയുണ്ടാക്കി അതിന്റെ തലപ്പത്തിരിക്കുന്നവരായിട്ടല്ല, ദൈവത്താൽ നിയമിക്കപ്പെട്ടവരായി, വിവിധ സഭകളുടെ മേൽനോട്ടം വഹിക്കുന്നവരായി, വിവിധ സഭകൾക്ക് ആവശ്യമായി ആത്മീയ പോഷണം നൽകുന്നവരായി അവർ സഞ്ചരിക്കട്ടെ, സുവിശേഷം അറിയിക്കട്ടെ, അവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കട്ടെ. എന്നാൽ വീണ്ടും ഞാൻ പറയട്ടെ, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തികൾ അവർ പ്രാദേശിക അടിസ്ഥാനത്തിൽ കൂടി വരുന്നതാണ് പ്രാദേശിക സഭ. ഗലാത്യയിലെ സഭ, കൊരിന്തിലെ സഭ, കൊലോസ്യയിലെ സഭ എന്നൊക്കെ നാം പറയുന്നത് അങ്ങനെയുള്ള സഭകളാണ്. ഈ സഭയിലാണ് ഇതുപോലെ അധ്യക്ഷനും ശുശ്രൂഷകന്മാരും ശുശ്രൂഷക്കാരത്തികളും ഉണ്ടാകേണ്ടത്. അപ്പോസ്തലനും പ്രവാചകനും സുവിശേഷകനും ഇടയനും ഉപദേഷ്ടാവും സഭയിലുണ്ട്, അത്രമാത്രമേയുള്ളൂ. എന്നാൽ ഈ ലോക്കൽ സഭകൾ ചേർത്ത് മറ്റൊരു സംഘടനയുണ്ടാക്കേണ്ട കാര്യമില്ല. അതുപോലെ ഈ സംഘടനയ്ക്ക് പ്രസിഡന്റും സെക്രട്ടറിയുടെയും ആവശ്യമില്ല. പല ലോക്കൽ സഭകൾ ചേർത്ത് ഒന്നാക്കിയിട്ട് അതിന് സെൻട്രൽ പാസ്റ്ററെയാക്കുന്ന പരിപാടിയും ദൈവവചനത്തിലുള്ള കാര്യമല്ല. നാം തുടർന്ന്
ആ വിഷയത്തിലേക്ക് കടന്നു വരുന്നുള്ളത് കൊണ്ട് ഇവിടെ നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ഇന്ന് കാണുന്ന വിധത്തിലുള്ളതായ ബിഷപ്പുമാരുണ്ടായത് എന്ന് അറിയുന്നത് രസാവഹമായിരിക്കും. ആ കാലത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലാണ് സഭകൾ ഉണ്ടായിരുന്നത്. യെരുശലേമിൽ സഭയുണ്ടായിരുന്നു, ശമരിയയിൽ സഭയുണ്ടായി, അന്ത്യോക്യ എന്നത് സഭയുടെ ഒരു പ്രധാന കേന്ദ്രമായി മാറി. അതുപോലെ കൊരിന്ത്, എഫേസോസ് അങ്ങനെ അറിയപ്പെടുന്ന പട്ടണങ്ങളിലായിരുന്നു ആ കാലത്തെ സഭകൾ ഉണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ 5, 10, 20 കുടുംബങ്ങളുള്ള സഭകളല്ല. സഭകൾ എണ്ണത്തിൽ പെരുകുകയും വിശ്വാസികൾ വളരെ വർദ്ധിക്കുകയും ചെയ്തിരുന്നു. 1000, 2000, 5000 ഒക്കെ അംഗങ്ങളുള്ളതായ സഭകൾ ഉണ്ടായിരുന്നു. യെരുശലേമിലെ സഭയിൽ ആദ്യത്തെ ദിവസം തന്നെ 3000 പേർ സഭയോട് ചേർന്നു. പിന്നെ അത് 5000 എന്ന് വായിക്കുന്നു. അങ്ങനെ വലിയ സഭകളാണ് ഉണ്ടായിരുന്നത്. അവിടെ ശുശ്രൂഷകന്മാരും ശുശ്രൂഷക്കാരത്തികളുമുണ്ട്. അവരുടെ അധ്യക്ഷനായി പാസ്റ്റർ അല്ലെങ്കിൽ മേൽനോട്ടക്കാരൻ ഉണ്ടായിരുന്നു. യെരുശലേമിലെ സഭയിൽ യാക്കോബായിരുന്നു മേൽനോട്ടക്കാരൻ, കർത്താവിന്റെ സഹോദരനായ യാക്കോബ്. കർത്താവായ യേശുക്രിസ്തുവിന് സഹോദരന്മാരുണ്ടോ എന്ന് സംശയം തോന്നാം. തുടർന്ന് വരുന്ന ഒരു ക്ലാസ്സിൽ നാം അതേപ്പറ്റി പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. കർത്താവിന്റെ സഹോദരനായ യാക്കോബായിരുന്നു യെരുശലേം സഭയുടെ മൂപ്പനായിട്ട് അല്ലെങ്കിൽ ബിഷപ്പായിട്ടിരുന്നത്. അന്ത്യോക്യയിൽ സഭയുണ്ടായിരുന്നു, എഫേസോസിൽ സഭയുണ്ടായിരുന്നു. ഈ സഭകളൊക്കെ വലിയ സഭകളായിരുന്നു. അവിടെ ശുശ്രൂഷകന്മാരും ശുശ്രൂഷക്കാരത്തികളും ഓവർസിയറും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കാലക്രമത്തിൽ ഈ വലിയ സഭകളിൽ നിന്നും ചെറിയ സഭകൾ ഉണ്ടാകുവാനിടയായി. വളരെ ദൂരെയുള്ളവർ ഈ സഭകളിൽ വന്ന് ആരാധിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അതാത് സ്ഥലങ്ങളിൽ ചെറിയ സഭകൾക്ക് രൂപം കൊടുത്തു. ഉദാഹരണമായി അന്ത്യോക്യയെന്നിരിക്കട്ടെ. അന്ത്യോക്യയിലെ സഭയിൽ 5000 വിശ്വാസികളുണ്ട്. അന്ത്യോക്യയ്ക്കും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാ ആൾക്കാരും അവിടെ വന്നാണ് ദൈവത്തെ ആരാധിക്കുന്നത്. എന്നാൽ പ്രായോഗികമായി അതിന് ബുദ്ധിമുട്ടുണ്ടാകും. ഇന്നത്തെ പോലെ വാഹനങ്ങളൊന്നും ഉള്ള കാലമല്ലല്ലോ, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരെ സ്വന്തം ദേശത്ത് ചെറിയ ചെറിയ സഭകൾ സ്ഥാപിച്ചു. 50 പേരോ 100 പേരോ 200 പേരോ ഒക്കെയുള്ള സഭകൾ. അവിടെയും ശുശ്രൂഷകരും ശുശ്രൂഷക്കാരത്തികളും പാസ്റ്ററും ഒക്കെ ഉണ്ടായി. എന്നാൽ ഇവരുടെ മാതൃസഭ അന്ത്യോക്യയിലെ സഭയാണ്. അതുകൊണ്ട് അത്യാവശ്യ കാര്യം വരുമ്പോൾ ഇവർ അന്ത്യോക്യയിലേക്ക് വരും. മാത്രമല്ല, അന്ത്യോക്യ സഭയുടെ അധ്യക്ഷനെ ഇവർ തങ്ങളുടെ തലവനെ പോലെ കണക്കാക്കാൻ തുടങ്ങി. അങ്ങനെ അന്ത്യോക്യയ്ക്ക് ചുറ്റുമായി 5, 10, 20 കൊച്ചു കൊച്ചു സഭകളുണ്ടായി. ആ സഭകളുടെ എല്ലാം മാതൃസഭയാണ് അന്ത്യോക്യ സഭ. സ്വാഭാവികമായും അന്ത്യോക്യ സഭയുടെ ബിഷപ്പിന്, അന്ത്യോക്യ സഭയിലെ പാസ്റ്റർക്ക് ഈ ചെറിയ സഭകളുടെ മേൽ അധികാരമുണ്ട് എന്ന് വന്നു. ചെറിയ സഭകൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അന്ത്യോക്യ സഭ സഹായിക്കും. ചെറിയ സഭയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർക്കുവാൻ അന്ത്യോക്യ സഭയിൽ നിന്ന് അവിടുത്തെ ബിഷപ്പ് കടന്നു ചെല്ലുമായിരുന്നു. ഇതൊക്കെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരാചാരം പോലെയായി തീർന്നു. കാലക്രമത്തിൽ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ വിവിധ സഭകളുടെ മേൽ അധികാരമുള്ള വ്യക്തി എന്നായി തീർന്നു. ബിഷപ്പ് ഇരിക്കുന്നതായ സഭ ഏതോ അത് കത്തീഡ്രലായി. എന്താണ് കത്തീഡ്ര? ഗ്രീക്ക് ഭാഷയിൽ കത്തീഡ്ര എന്ന് പറഞ്ഞാൽ കസേര എന്നർത്ഥം. കസേരയുള്ളിടം അതാണ് കത്തീഡ്രൽ. കത്തീഡ്ര ഉള്ളിടമാണ് കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ ബിഷപ്പിന്റെ ആസ്ഥാനം എവിടെയോ അതാണ് കത്തീഡ്രൽ. ബിഷപ്പിന്റെ ആസ്ഥാനം ഇരിക്കുന്ന പള്ളി അത് കത്തീഡ്രലായി മാറി. ചുറ്റുമുള്ളതായ ചെറിയ ചെറിയ സഭകളുടെ മേൽ ഈ ബിഷപ്പ് അധികാരം കൈയാളുവാൻ തുടങ്ങി. വാസ്തവത്തിൽ അങ്ങനെ ഒരു അധികാരമുള്ളതല്ല. ഈ സഭയിൽ നിന്നും പൊട്ടിമുളച്ചുണ്ടായ ചെറിയ സഭകളായതുകൊണ്ട് അവരെ ഗൈഡ് ചെയ്യുവാനുള്ള അധികാരം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് മാത്രമേയുള്ളൂ. പക്ഷേ കാലക്രമത്തിൽ അത് മാറി. അന്ത്യോക്യയിലെ ബിഷപ്പ് അന്ത്യോക്യയിലെ കത്തീഡ്രലിന്റെ പുരോഹിതൻ എന്നുള്ള നിലയ്ക്കും ചുറ്റുപാടുമുള്ളതായ സഭകളുടെ ബിഷപ്പ് എന്നുള്ള നിലയ്ക്കും പെരുമാറുവാൻ തുടങ്ങി. ബിഷപ്പ് എന്ന വാക്കിനെ ഓവർസിയർ, മേൽനോട്ടക്കാരൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ചുറ്റുമുള്ളതായ 10, 20, 30, 50 സഭകളെ ഇദ്ദേഹം ഭരിക്കുവാൻ തുടങ്ങി. ദൈവവചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓരോ സഭയുടെയും അധ്യക്ഷൻ, ആ അധ്യക്ഷൻ വേണം സഭയെ ഭരിക്കുവാൻ. പക്ഷേ ചരിത്രപരമായ കാരണങ്ങളാൽ ചെറിയ ചെറിയ സഭകളുടെ എല്ലാം മേൽ ഈ ബിഷപ്പ് അധികാരം ചെലുത്തുവാൻ തുടങ്ങി. അങ്ങനെ ആദിമ സഭകൾ നിലനിന്ന സ്ഥലങ്ങളിലെ സഭയുടെ പാസ്റ്റർമാർക്ക് കൂടുതൽ അധികാരങ്ങൾ കടന്നു വന്നു. യെരുശലേമിലെ സഭയുടെ പാസ്റ്റർക്ക് വലിയ അധികാരങ്ങൾ ഉണ്ടായി വന്നു. അന്ത്യോക്യയിലെ സഭയിലും അത് തന്നെ സംഭവിച്ചു. ഏറ്റവും അധികം അധികാരമുണ്ടായത് റോമിലെ സഭയിലാണ്. റോം എന്ന് പറയുന്നത് അന്ന് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. എല്ലാ റോഡും റോമിലേക്ക് എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ഒരു കാലമാണത്. അതുകൊണ്ട്
റോമിലെ ബിഷപ്പിന് കൂടുതൽ അധികാരങ്ങളുണ്ടായി. ബിഷപ്പുമാരെ നമ്മൾ വിളിക്കുന്നത് മെട്രോപൊളിറ്റൻ എന്നുള്ളതാണ്. എന്താണ് മെട്രോപോലിസ്? മെട്രോപോലിസ് എന്ന് പറഞ്ഞാൽ പട്ടണമെന്നേ അർത്ഥമുള്ളൂ. മെട്രോപോലിസിലുള്ളതായ സഭയുടെ പാസ്റ്റർ ആണ് മെട്രോപൊളിറ്റൻ. മെട്രോപൊളിത്ത എന്നൊക്കെ പറയുന്ന ആ അർത്ഥത്തിലാണ്. അപ്പോൾ വലിയ പട്ടണങ്ങളിലെ സഭയുടെ തലവനെ മെട്രോപൊളിറ്റൻ എന്ന് വിളിച്ചു. ചെറിയ പട്ടണങ്ങളിലെ സഭയുടെ തലവനെ സാധാരണ ബിഷപ്പ് എന്ന് വിളിച്ചു. ആദ്യകാലങ്ങളിൽ ചെറിയ ചെറിയ സഭകൾ ഉടലെടുത്തപ്പോൾ ആ സഭയിൽ അധ്യക്ഷന്മാരൊന്നുമില്ലായിരുന്നു. കാരണം 10, 20, 25 പേരുള്ള സഭയാണ്. അവിടെ ഒന്നിലധികം ശുശ്രൂഷകന്മാരും അവരുടെ മേൽനോട്ടത്തിന് ഒരു അധ്യക്ഷനും ഒക്കെ ഉണ്ടാകേണ്ട ആവശ്യമില്ല. ആകെ 20, 30 ആൾക്കാരാണുള്ളത്. അതുകൊണ്ട് ഒരാള് അതിന്റെ ചുമതല നോക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് ആ വ്യക്തി വെറും ശുശ്രൂഷകൻ, ഒരു ഡീക്കൻ എന്നുള്ള നിലയ്ക്ക് കണക്കാക്കി. കാലക്രമത്തിൽ അത് പുരോഹിതനാണെന്ന് വന്നു. ബിഷപ്പ് എന്ന് പറയുന്നയാൾ വലിയ ആളും അതിന്റെ കീഴിൽ ലോക്കൽ സഭയുടെ ആ ഡീക്കൻ എന്നുള്ള സ്ഥാനത്ത് അദ്ദേഹത്തെ പുരോഹിതൻ എന്നുള്ള നിലയ്ക്കും കണക്കാക്കുവാൻ തുടങ്ങി. ഇതിനൊന്നും ദൈവവചനത്തിൽ ആധാരമുള്ള കാര്യമല്ല. ദൈവസഭയിൽ ഇങ്ങനെയുള്ള ചട്ടങ്ങളില്ല. 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും സഭയിൽ ബിഷപ്പുമാരുടെ കീഴിൽ ഇതുപോലുള്ള ഡീക്കന്മാരും ഒക്കെ ഉണ്ടായി. വലിയ പട്ടണങ്ങളിലെ ബിഷപ്പുമാരെ മെട്രോപൊളിറ്റനായി, ചെറിയ സഭകളിലെ ബിഷപ്പുമാര് അവർ അതിനു കീഴെയുള്ള ചെറിയ സഭകളുടെ മേൽ അധികാരം പുലർത്തുന്നതായ വലിയ അധികാര സ്ഥാനങ്ങൾക്ക്, അധികാര കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് മാറി. ദുഃഖകരമെന്ന് പറയട്ടെ, ഏറെ താമസിയാതെ 5 പ്രധാന പിതാക്കന്മാർ വരെയുണ്ടായി. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളിൽ ആരും പിതാവെന്ന് പേരെടുക്കരുത്, ഒരുവനത്രേ നിങ്ങളുടെ പിതാവ്, സ്വർഗീയൻ തന്നെ. അത് മാറിയിട്ട് പ്രധാനപ്പെട്ട സഭകളിലെ, പ്രധാനപ്പെട്ട വലിയ പട്ടണങ്ങളിലെ സഭയുടെ തലവന്മാർ പ്രധാന പിതാവ് എന്ന പേരെടുത്തു. പ്രധാന പിതാവ് എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് പാത്രിയാക്കീസ്, അല്ലെങ്കിൽ പാത്രിയാക്കീസ് എന്ന വാക്കിന്റെ അർത്ഥം പ്രധാന പിതാവ് എന്നാണ്. കാതോലിക്ക ബാവ എന്ന് പറഞ്ഞാൽ സാർവത്രിക പിതാവ് എന്നർത്ഥം. പോപ്പ് എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടെ പിതാവ് എന്നർത്ഥം. കർത്താവ് പറഞ്ഞു, നിങ്ങളിലാരും പിതാവെന്ന് പേരെടുക്കരുത്. പക്ഷേ ഇവർ സാർവത്രിക പിതാവെന്ന് പേരെടുത്തു, പ്രധാന പിതാവെന്ന് പേരെടുത്തു, പിതാക്കന്മാരുടെ പിതാവെന്ന് പേരെടുത്തു. അങ്ങനെ കർത്താവ് എന്തൊക്കെ പറഞ്ഞു അതിന് തികച്ചും വിരുദ്ധമായ സ്ഥാനമാനങ്ങളൊക്കെ എടുത്തു. 4-ാം നൂറ്റാണ്ടായതോടുകൂടി പാഗൻ മതം ദൈവസഭയിലേക്ക് കടന്നുവന്നു. പാഗൻ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അന്ധവിശ്വാസങ്ങളും ദൈവസഭയിൽ കടന്നുകൂടി. അതുവരെ ദൈവസഭയിലെ ശുശ്രൂഷകന്മാർക്ക് വിശേഷിച്ച വേഷവിധാനങ്ങളൊന്നുമില്ലായിരുന്നു. പൗലോസും പത്രോസും യോഹന്നാനുമൊക്കെ സാധാരണക്കാരെ പോലെ വേഷം ധരിച്ചു, സാധാരണക്കാരെ പോലെ ജീവിച്ചു. എന്നാൽ ജാതീയ പൗരോഹിത്യവും ജാതീയ ദേവന്മാരുമൊക്കെ സഭയിലെത്തിയതോടുകൂടി ജാതീയ പൗരോഹിത്യത്തിന്റെ വേഷങ്ങളും ദൈവസഭയിൽ കടന്നുകൂടി. അങ്ങനെയാണ് നാം ഇന്ന് കാണുന്ന രൂപത്തിലുള്ള വേഷവിധാനങ്ങളൊക്കെ പുരോഹിതന്മാർക്കും ബിഷപ്പുമാർക്കും ഒക്കെ ഉണ്ടായത്. സംശയമുള്ളവർ അപ്പോസ്തല പ്രവൃത്തികളോ ലേഖനങ്ങളോ വായിച്ചു നോക്കുക. പത്രോസിനോ പൗലോസിനോ ശീലാസിനോ യാക്കോബിനോ യോഹന്നാനോ ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള വിശേഷ വേഷവിധാനങ്ങൾ ഉണ്ടായിരുന്നുവോ? ഇന്ന് ധരിക്കുന്നത് പോലെ വലിയ വേഷങ്ങളൊക്കെ ധരിച്ചാണോ അവർ കുർബാന നടത്തിയിരുന്നത്, തിരുവത്താഴം നടത്തിയിരുന്നത്? അവർ എന്തു വേഷം ധരിക്കണമെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും നിങ്ങൾ കണ്ടെത്തുകയില്ല. പിന്നെ എവിടെ നിന്നാണ് ഇതൊക്കെ കടന്നു വന്നത്? ഇതൊക്കെ പാഗൻ മതത്തിന്റെ ആചാരങ്ങളിൽപ്പെട്ടതാണ്. ക്രിസ്ത്യാനിത്വം ഭൂമിയിൽ ഉണ്ടായിട്ട് 2000 വർഷത്തിലധികമായിട്ടില്ല. എന്നാൽ 3000 3500 വർഷം പഴക്കമുള്ളതായ ചിത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇന്നത്തെ ക്രൈസ്തവ പുരോഹിതന്മാരെ പോലെ വേഷം ധരിച്ചു നിൽക്കുന്ന പുരോഹിതന്മാരെ അവിടെ കാണുവാൻ കഴിയും. എങ്ങനെയാണത് സംഭവിച്ചത്? പാഗൻ മതത്തിലും മറ്റുമുണ്ടായിരുന്നതായ ആ പൗരോഹിത്യ വേഷം ക്രിസ്തു സഭയിൽ കടന്നു വന്നു. അങ്ങനെ ക്രിസ്തീയ പുരോഹിതന്മാർ ആ വേഷമൊക്കെ ധരിക്കാനിടയായി. അതേ ദൈവസഭയുടെ ഭാഗമാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുവാനിടയായി. ദൈവസഭയിൽ പുരോഹിതന്മാരെന്ന് പറയുന്നത് എല്ലാ വിശ്വാസികളുമാണ്. അതിനപ്പുറമായി പുരോഹിതനില്ല. പിന്നീടുള്ളത് ശുശ്രൂഷകന്മാരും ശുശ്രൂഷക്കാരത്തികളുമാണ്. ഇതാണ് യഥാർത്ഥ ദൈവസഭയിലുള്ളത്. എന്നാൽ അത് മാറിയിട്ട് വിശ്വാസിയെന്നും പുരോഹിതനെന്നും ഉള്ള വ്യത്യാസമുണ്ടാക്കി. ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണിത്. ദൈവസഭയിൽ എല്ലാവരും പുരോഹിതന്മാരാണ് എന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് വിശ്വാസിയെന്നും പുരോഹിതനെന്നും 2 വകുപ്പായിട്ട് തിരിച്ചു. പുരോഹിതൻ പട്ടമേറ്റവൻ, അങ്ങനെ പട്ടക്കാരനായി. അല്ലാത്തവർ സാധാരണക്കാർ, അവർ ഈ പുരോഹിതൻ പറയുന്നത് അനുസരിക്കേണ്ടവർ. ആ സ്ഥിതിയായി തീർന്നു. അങ്ങനെയൊന്ന് ദൈവസഭയിലില്ല, അങ്ങനെയൊന്ന് ബൈബിളിലില്ല.
ബൈബിളിന് വിരുദ്ധമായ, ദൈവസഭയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ ഒരു പ്രവണതയാണിത് എന്ന് ഓർത്തുകൊള്ളുക. യഥാർത്ഥ ദൈവസഭയിൽ വിശ്വാസിയും ശുശ്രൂഷകനും ഒരുപോലെയാണ്. ആകെയുള്ള വ്യത്യാസം ശുശ്രൂഷയിൽ മാത്രമാണ്. ദൈവസഭയിലെ ഒരു സാധാരണ വിശ്വാസിയും അപ്പൊസ്തലനായ പത്രോസും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പൊസ്തലനായ പത്രോസിന് അപ്പൊസ്തോലിക ശുശ്രൂഷയുണ്ട്. സാധാരണ വിശ്വാസിക്ക് വെറും പുരോഹിതന്റെ ശുശ്രൂഷ മാത്രമേയുള്ളൂ. അത്രമാത്രമേ വ്യത്യാസമുള്ളൂ. സാധാരണ വിശ്വാസി പുരോഹിതനാണ്. അവനൊരു പക്ഷേ സുവിശേഷകനാകാം, അല്ലെങ്കിൽ അവൻ പ്രവാചകനായിരിക്കാം, അധ്യാപകനായിരിക്കാം. ദൈവമാക്കി വെച്ചാൽ അവനും അപ്പൊസ്തലനാകാം. അതിനപ്പുറമായി ഒന്നുമില്ല. അല്ലാതെ അപ്പൊസ്തലനെന്നോ പുരോഹിതനെന്നോ പറയുമ്പോൾ അവർ വിശ്വാസിയെ ഭരിക്കാൻ വേണ്ടി പട്ടമേറ്റവർ എന്ന് അർത്ഥമില്ല. പലരും ഇതിന് പറയുന്നതായ ന്യായം കൈവപ്പ് എന്നൊരു കാര്യമാണ്. നാം കണ്ടു കഴിഞ്ഞതുപോലെ ഈ കൈവപ്പ് എന്ന് പറയുന്നത് തന്നെ ദൈവവചനത്തിൽ അടിസ്ഥാനമില്ലാത്ത ഒന്നാണ്. അവരതിന് പറയുന്ന ന്യായം മോശയിൽ നിന്നും അഹ്റോനിൽ നിന്നും സ്കറിയായിക്ക് പൗരോഹിത്യം ലഭിച്ചെന്നും സ്കറിയായിൽ നിന്ന് ആ പൗരോഹിത്യം യോഹന്നാനിലൂടെ യേശുവിലെത്തിയെന്നും യേശു അത് തന്റെ 12 ശിഷ്യന്മാർക്ക് കൊടുത്തെന്നും പിന്നീട് അവർ കൈവച്ചവരാണ് പുരോഹിതന്മാരായത് എന്നുമാണ്. എന്നാൽ നമുക്ക് അബദ്ധം പറ്റരുത്. ആ വിധത്തിലുള്ള ഒരു കൈവപ്പിനെ പറ്റി ദൈവവചനത്തിൽ പറയുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ പൗലോസിനെയും ബർന്നബാസിനെയും ദൈവം വേലയ്ക്ക് വേർതിരിക്കുന്നു. അവർ അന്ത്യോക്യ സഭയിൽ ഉണ്ടായിരുന്നു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ദൈവവേലയ്ക്ക് വേണ്ടി വേർതിരിക്കാൻ ദൈവാത്മാവ് ആവശ്യപ്പെടുന്നു. സഭ ഉപവസിച്ചു പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ ദൈവവേലയ്ക്ക് അയച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഏതെങ്കിലും വലിയ ബിഷപ്പുമാര് വന്നോ പത്രോസുമൊക്കെ വന്നോ പ്രാർത്ഥിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്. കൈവെക്കുന്നത് സഭയാണ്. ലോക്കൽ സഭയ്ക്ക് അപ്പുറത്തേക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പോസ്തലന്മാരുണ്ടെങ്കിൽ അവരും കൈവെക്കും, ശുശ്രൂഷകന്മാരും കൈവെക്കും. അപ്പോസ്തലന്മാരില്ലെങ്കിൽ സഭയിലെ മൂപ്പന്മാരാരോ അവർ കൈവെക്കും. അതിനപ്പുറത്തായ ഒരു കൈവെപ്പ് ദൈവസഭയിലില്ല. കൈവെക്കുന്നത് കൊണ്ടല്ല ഇവർക്ക് പൗരോഹിത്യമോ അല്ലെങ്കിൽ ശുശ്രൂഷയോ എന്തെങ്കിലും ലഭിക്കുന്നത്. ദൈവം അവരെ വേർതിരിച്ചു. എന്നാൽ ദൈവം അവരെ വേർതിരിച്ചു എന്ന് സഭ അംഗീകരിച്ച് പറഞ്ഞയക്കുന്ന ശുശ്രൂഷയാണത്. അവിടെ സഭയിലെ മൂപ്പന്മാർ ചേർന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് അയക്കുന്നു. കൈവെക്കുന്നതായ വ്യക്തികൾക്ക് അതിനു മുമ്പ് കൈവെപ്പ് ലഭിച്ചിരിക്കണമെന്നില്ല. അങ്ങനെ ദൈവസഭയിൽ അങ്ങനൊരു ചട്ടമേ ഇല്ല. അഹരോന്യ പൗരോഹിത്യത്തിൽ അങ്ങനെയുണ്ടായിരുന്നു. പൗരോഹിത്യം പ്രാപിച്ചവനാണ് പിന്നീടുള്ളവരെ പുരോഹിതരാക്കുന്നത്. എന്നാൽ ദൈവസഭയിൽ അങ്ങനെയൊരു കാര്യമില്ല. കൈവെപ്പിന് പിന്തുടർച്ചയില്ല, പിന്തുടർച്ചയുടെ ആവശ്യമില്ല. ഏതു വ്യക്തിയും ദൈവവേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടുമ്പോൾ ആ പ്രാദേശിക സഭ അത് അംഗീകരിക്കുകയും പ്രാദേശിക സഭയിലെ മൂപ്പന്മാരെല്ലാം ചേർന്ന് പ്രാർത്ഥിച്ച് കൈവച്ച് ആ വ്യക്തിയെ ദൈവവേലയ്ക്ക് വേണ്ടി വേർതിരിക്കുകയുമാണ് ചെയ്യേണ്ടത്. അതിനപ്പുറത്തുള്ളതായ ഒരു പഠിപ്പിക്കലും ദൈവികമല്ല. ദൈവവചനത്തിൽ അടിസ്ഥാനമില്ലാത്ത ഇത്തരം അബദ്ധ ഉപദേശങ്ങളിൽപ്പെട്ട് നാം നാശത്തിലേക്ക് പോകുവാനിടയാകരുത്. വേർപെട്ടവരെന്ന് അഭിമാനിക്കുന്ന ചിലരും ഈ തരത്തിലുള്ള കൈവെപ്പുകൾ ഈ അടുത്ത കാലത്ത് നടത്തുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സഭയുടെ നേതാവിന് ഇതുപോലെ ഓർഡിനേഷൻ കൊടുക്കാൻ എന്തോ അധികാരമുണ്ട് എന്ന് ജനം തെറ്റിദ്ധരിക്കുന്നു. കാശുള്ള വ്യക്തികൾ ഈ നേതാവിന് കുറെ പണമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് രഹസ്യമായോ ചിലപ്പോൾ പരസ്യമായോ ആ നേതാവിൽ നിന്നും കൈവെപ്പ് പ്രാപിക്കുന്നു. അതോടുകൂടി ഈ വ്യക്തി ശുശ്രൂഷകനായി പാസ്റ്ററായി എന്നാണ് ധാരണ. ആ തരത്തിലൊരു പരിപാടി ദൈവവചനത്തിലില്ല എന്ന് നാം അറിഞ്ഞിരിക്കണം. ഒന്നാമത്, ഈ സംഘടനയുടെ നേതാവിന് ഒരധികാരവുമില്ല. ദൈവദത്തമായ അധികാരമുള്ള വ്യക്തിയല്ല അദ്ദേഹം. ദൈവസഭയിൽ വിശ്വാസിയും പ്രാദേശിക സഭയും പിന്നെ ആഗമന സഭയും മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും സംഘടനയില്ല. സംഘടനയുടെ നേതാവിന് ആത്മീയ അധികാരവുമില്ല. സംഘടനയുടെ നേതാവിന് കുറെ പണം കൊടുത്ത അയാളുടെ കൈതലയിൽ വെച്ചതുകൊണ്ട് മാത്രം ആ വ്യക്തിക്ക് എന്തെങ്കിലും അധികാരം ലഭിക്കുന്നതുമില്ല. ഓർഡിനേഷൻ എന്ന് പറയുന്നത് അതല്ല. ഓർഡിനേഷൻ ലഭിക്കണമെങ്കിൽ ദൈവം വേലയ്ക്ക് വിളിച്ചു എന്ന് പ്രാദേശിക സഭയ്ക്ക് ബോധ്യമാകണം. പ്രാദേശിക സഭയ്ക്ക് ബോധ്യമായി കഴിയുമ്പോൾ പ്രാദേശിക സഭയിലെ മൂപ്പന്മാർ ചേർന്ന് കൈവച്ചു പ്രാർത്ഥിച്ച് വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന പരിപാടിയാണ് ഓർഡിനേഷൻ. സഭാ നേതാവ് കൈവെക്കുന്ന കാര്യമല്ല. സഭാ നേതാവ് തലയിൽ കൈവച്ചതുകൊണ്ട് വിശേഷിച്ചൊരു അധികാരവും ആർക്കും ലഭിക്കുന്നതുമില്ല. സഭാ നേതാവിന് കൊടുത്ത പണം നഷ്ടമായി എന്നതിൽ കവിഞ്ഞൊന്നും ഇവിടെ ആരും സമ്പാദിക്കുന്നില്ല. ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടി ധനനഷ്ടവും മാനഹാനിയും ഉണ്ടാക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. നാം കണ്ടുകഴിഞ്ഞതുപോലെ പ്രധാന പട്ടണങ്ങളിൽ മെട്രോപൊളിറ്റന്മാരുണ്ടായിരുന്നു, ചെറിയ പട്ടണങ്ങളിൽ ബിഷപ്പുമാരുണ്ടായിരുന്നു,
ചെറിയ സഭകൾക്ക് ഡീക്കന്മാര്, പുരോഹിതന്മാരിങ്ങനെ ഉണ്ടായിരുന്നു. ഈ അവസ്ഥയിലേക്ക് ഒരു 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് സഭ എത്തിച്ചേർന്നു. ഏറെ താമസിയാതെ പാഗൻ മതത്തിന്റെ സ്വാധീനം കൂടി ആയതുകൂടി ദൈവസഭയിൽ വിശ്വാസിയും പുരോഹിതനും എന്നുള്ള വ്യത്യാസം ശക്തിപ്പെട്ടു. കാലക്രമത്തിൽ പാഗൻ മതത്തിലെ അതേ വിധത്തിലുള്ളതായ പൗരോഹിത്യം ദൈവസഭയിൽ നിലവിൽ വന്നു. ആ കാലത്തെ പ്രധാന പട്ടണങ്ങളായിരുന്നു യെറുശലേം, അന്ത്യോക്യ, റോം തുടങ്ങിയ സ്ഥലങ്ങൾ. അതുകൊണ്ട് ഈ സ്ഥലങ്ങളിലെ സഭയുടെ തലവന് പ്രത്യേക അധികാരങ്ങളുണ്ട് എന്ന് വന്നു ചേർന്നു. ദൈവം കൊടുത്ത ഒരു അധികാരവും അവർക്കാർക്കുമില്ല. എന്നാൽ അവർക്ക് പ്രത്യേകമെന്തോ അധികാരം ഉണ്ട് എന്ന് ജനം ധരിക്കുവാനിടയായി. അങ്ങനെ യെറുശലേം, അന്ത്യോക്യ, അലക്സാണ്ട്രിയ, കോൺസ്റ്റാന്റിനോപ്പിൾ, റോം എന്നീ സ്ഥലങ്ങളിലെ സഭകളുടെ തലവന്മാരെ പ്രധാന പിതാക്കന്മാരായി കണക്കാക്കുവാൻ തുടങ്ങി. അതായത് പാത്രിയാക്കീസുമാരായി കണക്കാക്കുവാൻ തുടങ്ങി. ഈ കാലത്ത് അതിലും അധികം പാത്രിയാക്കീസുമാരുണ്ട്. എങ്കിലും ആ കാലത്തുണ്ടായിരുന്നത് യെറുശലേമിലും അന്ത്യോക്യയിലും റോമിലും അലക്സാണ്ട്രിയയിലും കോൺസ്റ്റാന്റിനോപ്പിളിലും മാത്രമാണ്. അങ്ങനെ പ്രധാനപ്പെട്ട 5 സ്ഥലങ്ങളിൽ പാത്രിയാക്കീസുമാരുണ്ടായി. കൂടാതെ റോമിലെ പാത്രിയാക്കീസിന് അല്ലെ റോമിലെ സഭയുടെ തലവന് പ്രത്യേക അധികാരങ്ങൾ ഉണ്ടെന്ന് വന്നു ചേർന്നു. വാസ്തവത്തിൽ ദൈവസഭയിൽ അങ്ങനൊരു കാര്യമില്ല. ബൈബിൾ വ്യക്തമായി നിങ്ങൾ പരിശോധിക്കുക. റോമ നഗരത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടെന്നോ, റോമിലെ സഭയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടെന്നോ, റോമിലെ സഭയുടെ തലവൻ അല്ലെ ബിഷപ്പിന് എല്ലാ സഭകളുടെ മേലും അധികാരമുണ്ടായിരിക്കുമെന്നോ പ്രത്യക്ഷമായോ പരോക്ഷമായോ സൂചിപ്പിക്കുന്നില്ല. ചിലരതിന് പറയുന്ന ഒരു ന്യായം പത്രോസ് റോമിലെ മാർപ്പാപ്പായായിട്ട് 1/4 നൂറ്റാണ്ടോളം ഭരണം നടത്തിയെന്നാണ്. അത് കെട്ടുകഥയാണെന്നാണ് പറയപ്പെടുന്നത്. കെട്ടുകഥയല്ല, യഥാർത്ഥ കഥയായതുകൊണ്ടും വിശേഷിച്ചൊന്നും സംഭവിക്കുന്നില്ല. കാരണം പത്രോസ് 25 കൊല്ലമോ 26 കൊല്ലമോ റോമാ സഭയിൽ പാസ്റ്ററായിരുന്നു അല്ലെ ബിഷപ്പായിരുന്നു എന്നതുകൊണ്ട് എന്താ കുഴപ്പം? അവിടെ ഇരിക്കാവുന്നതേ ഉള്ളൂ. പത്രോസ് മരിച്ചതോടെ വേറൊരാൾ വരും. പത്രോസിന്റെ ശുശ്രൂഷ ആ പുതിയ വ്യക്തിക്കില്ല. പലരുടെയും വിചാരം അഹരോന്റെ പൗരോഹിത്യം പോലെ അഹരോന്റെ കാലശേഷം അത് എലയാസറിന് കിട്ടിയെന്ന് പറയുന്ന പോലെ ഈ വിധത്തിൽ ദൈവസഭയിലും പിന്തുടർച്ചയുണ്ടെന്നാണ്. അത് ഒരബദ്ധധാരണയാണ്. ദൈവസഭയിൽ പിന്തുടർച്ചയില്ല. പൗലോസിന് ലഭിച്ച ശുശ്രൂഷ പൗലോസിന്റേത് മാത്രമാണ്. പത്രോസിന് ലഭിച്ച ശുശ്രൂഷ പത്രോസിന്റേത് മാത്രമാണ്. പത്രോസ് ഏതെങ്കിലും സഭയിൽ പാസ്റ്ററായിരുന്നു എങ്കിൽ അദ്ദേഹം മരിക്കുന്നതോടെ പത്രോസിന് ലഭിച്ച ശുശ്രൂഷ തീർന്നു. സഭയിൽ പുതിയ പാസ്റ്റർ ഉണ്ടാകും. ആ പാസ്റ്റർക്ക് ദൈവം വേറെ ശുശ്രൂഷകൾ കൊടുക്കും. അതെന്തൊക്കെയോ അദ്ദേഹത്തിനുണ്ടാകും. അതുകൊണ്ട് പത്രോസിന്റെ പിൻഗാമിയാണെന്നോ പത്രോസിന്റെ പിന്തുടർച്ചക്കാരനാണെന്നോ പറയാൻ പറ്റില്ല. റോമിൽ പത്രോസ് 25 കൊല്ലം പാസ്റ്ററായിരുന്നെന്ന് സങ്കല്പിക്കാം. ഇരുന്നുകൊള്ളട്ടെ. പത്രോസ് മരിച്ചതോടുകൂടി അത് തീർന്നു. പുതിയ പാസ്റ്റർ അവിടെ നിലവിൽ വന്നു. റോമിലെ സഭയെന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള മറ്റ് പട്ടണങ്ങളിലോ മറ്റ് ഗ്രാമങ്ങളിലോ ഉള്ള സഭ പോലെ ഒരു സഭ മാത്രമാണ്. അവിടുത്തെ സഭയുടെ തലവനായ പാസ്റ്റർക്ക് അല്ലെങ്കിൽ ബിഷപ്പിന് സാധാരണ മറ്റ് സഭകളിലുള്ളതായ അധികാരം എന്തൊക്കെയോ അത്രയുമൊക്കെ മാത്രമേ അവിടെയുമുള്ളൂ. അല്ലാതെ അദ്ദേഹം സഭയുടെ തലവനല്ല. അദ്ദേഹത്തിന്റെ ആജ്ഞകളെ മറ്റുള്ളവർ അനുസരിക്കണമെന്നും പറയാനാവില്ല. ഞാൻ കണ്ടു കഴിഞ്ഞതുപോലെ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹം പറയുന്നവർ മാത്രമേ സ്വർഗത്തിൽ കയറൂ എന്നല്ല. സ്വർഗരാജ്യം എന്ന് പറയുന്നത് സ്വർഗമല്ല എന്ന് നാം പഠിച്ചു കഴിഞ്ഞതാണ്. മാത്രമല്ല പത്രോസേ നീ പാറയാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല എന്നും നാം കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് പത്രോസിന് വിശേഷിച്ച് ഒരധികാരവുമില്ല. ഉണ്ടായിരുന്ന അധികാരങ്ങൾ പത്രോസ് മരിച്ചതോടുകൂടി അവസാനിക്കുകയും ചെയ്തു. പിന്നെങ്ങനാണ് ഈ റോമിലെ സഭയ്ക്ക് ഇത്ര പ്രാധാന്യമുണ്ടായത്? അത് ചരിത്രപരമായ കാരണങ്ങളാൽ, രാഷ്ട്രീയമായ കാരണങ്ങളാലാണ്. അന്ന് ഏത് റോഡും റോമിലേക്ക് എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. റോമിലിരുന്നു കൊണ്ടാണ് ചക്രവർത്തിമാർ ലോകത്തെ ഭരിച്ചിരുന്നത്. അപ്പോൾ റോമിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. റോമിൽ വലിയൊരു സഭയും ഉണ്ടായിരുന്നു. റോമിലെ സഭയുടെ തലവൻ എന്ന് പറയുന്ന വ്യക്തി ചക്രവർത്തിമാരുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം വിചാരിക്കുന്നത് പോലെ രാജ്യത്തെ മറ്റ് കാര്യങ്ങളൊക്കെ, മറ്റ് സഭകളിലെ കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ രാജാവുമായിട്ട് ചക്രവർത്തിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തി എന്ന നിലയിൽ 4-ാം നൂറ്റാണ്ടു മുതൽ റോമിലെ ബിഷപ്പിന് കൂടുതൽ അധികാരങ്ങളുണ്ടായി. കാലക്രമത്തിൽ പാത്രിയാക്കീസുമാരുടെ എല്ലാം മേൽ അധികാരമുള്ള വ്യക്തിയാണ് റോമിലെ ബിഷപ്പെന്ന് വന്നു ചേർന്നു. 5-6 നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരുടെ തലവനാണ് പോപ്പ് അല്ലെങ്കിൽ റോമിലെ ബിഷപ്പ് എന്ന് വന്നു ചേർന്നു. റോമിലെ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ റോമൻ സഭയുടെ പാസ്റ്റർ എന്നേ അർത്ഥമുള്ളൂ. ബിഷപ്പ് എന്ന് പറഞ്ഞാൽ അധ്യക്ഷൻ അല്ലെങ്കിൽ പാസ്റ്റർ അല്ലെങ്കിൽ ഓവർസിയർ ആണെന്ന് നാം കണ്ടു കഴിഞ്ഞല്ലോ. റോമിലെ സഭയുടെ ബിഷപ്പ്, പാസ്റ്റർ
മാത്രമാണ് ആ വ്യക്തി. എന്നാൽ രാജാവുമായിട്ടുള്ള ബന്ധം കൊണ്ട്, രാജാവിന്റെ സ്വാധീനം കൊണ്ട് മറ്റ് സഭകളെയെല്ലാം തന്റെ കീഴിലാക്കി. മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സഭകളുടെ തലവൻ താനാണെന്നും പത്രോസിന്റെ സിംഹാസനത്തിലാണ് താൻ ഇരിക്കുന്നതെന്നും അദ്ദേഹം പഠിപ്പിച്ചു. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ അപ്പോസ്തലന്മാരിൽ ആർക്കും തന്നെ സിംഹാസനങ്ങളില്ലായിരുന്നു. സിംഹാസനം പോയിട്ട് സാധാരണ കസേര പോലും അവർക്കുണ്ടായിരുന്നോ എന്ന് സംശയമാണ്. പത്രോസിന് സിംഹാസനമില്ല, യാക്കോബിനോ യോഹന്നാനോ സിംഹാസനമില്ല. എന്നാൽ അവർക്ക് സിംഹാസനം ഉണ്ടാകും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ സിംഹാസനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുമെന്ന്. അത് 1000 ആണ്ട് വാഴ്ചക്കാലത്ത് സംഭവിക്കുവാൻ പോകുന്ന കാര്യമാണ്, ഇപ്പോഴല്ല. അതുകൊണ്ട് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പത്രോസിനോ തോമസ് ലീഹായിക്കോ ആർക്കും തന്നെ സിംഹാസനമില്ലായിരുന്നു. അതുകൊണ്ട് ഇല്ലാത്ത സിംഹാസനത്തിന്റെ പേര് പറഞ്ഞു വഴക്ക് കൂടേണ്ട ആവശ്യവുമില്ല. പക്ഷേ ഇതൊന്നും പട്ടത്ത് സഭകൾ സമ്മതിച്ചു തരികയില്ല. കത്തോലിക്ക സഭയുടെ വിശ്വാസമനുസരിച്ച് സഭയുടെ തലവൻ എന്ന് പറയുന്നത് പത്രോസാണ്. പത്രോസ് എന്ന പാറയുടെ മേലാണ് ദൈവസഭ പണിതിരിക്കുന്നത്. പത്രോസിനെ തുറക്കുവാനും അടയ്ക്കുവാനുള്ള അധികാരമുണ്ട്. ആരൊക്കെ സ്വർഗത്തിൽ പോകണമെന്നും ആരൊക്കെ പോകരുതെന്നും അല്ലെ ആരൊക്കെ നരകത്തിൽ പോകണമെന്നും തീരുമാനിക്കുന്നത് പത്രോസാണ്. പത്രോസിന്റെ പിൻഗാമി എന്ന നിലയ്ക്ക് മാർപ്പാപ്പായ്ക്ക് ഈ അധികാരങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്നു. മാർപ്പാപ്പ തീരുമാനിക്കുന്നത് പോലെ കാര്യം നടക്കും. മാർപ്പാപ്പായ്ക്ക് തെറ്റാവരം ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. എന്താണ് തെറ്റാവരം? നമുക്കറിയാവുന്നതുപോലെ എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റും. പത്രോസിന് തെറ്റ് പറ്റിയിട്ടുണ്ട്. പത്രോസ് ജാതികളുടെ ഇടയിൽ ചെന്ന് ആദ്യകാലത്ത് ഭക്ഷണം കഴിച്ചിരുന്നു. എന്നാൽ പിന്നീട് യഹൂദന്മാരൊക്കെ വന്നപ്പോൾ അവരോടുള്ള ഭയം നിമിത്തം ഭക്ഷണം കഴിക്കാതിരുന്നു. അത് തെറ്റായിപ്പോയി. പൗലോസ് അതിനെ ശക്തിയായി എതിർത്തു. പരസ്യമായി തന്നെ ആ വിഷയത്തിൽ പൗലോസിന് സംസാരിക്കേണ്ടതായി വന്നു. പത്രോസിന് തെറ്റിയിട്ടുണ്ട്. പലവട്ടം പല കാര്യങ്ങളിലും പത്രോസിന് തെറ്റിയിട്ടുണ്ട്. നമ്മെപ്പോലൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക് പത്രോസിനും പൗലോസിനും എല്ലാം തെറ്റും. എന്നാൽ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് പോപ്പിനെ തെറ്റുപറ്റുകയില്ല എന്നാണ്. പോപ്പിന് തെറ്റുപറ്റുകയില്ല എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പോപ്പ് പറയുന്നതെല്ലാം ശരിയാണ് എന്നവരും പറയുന്നില്ല. പിന്നെന്താണ് അവർ പറയുന്നത്? എക്സ് കത്തീഡ്ര, പോപ്പ് പറയുന്ന കാര്യങ്ങൾ തെറ്റുകയില്ല. അതായത് പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് മാർപ്പാപ്പ എന്തു പറഞ്ഞാലും തെറ്റുകയില്ല എന്നാണ് അവർ പറയുന്നത്. മാർപ്പാപ്പ സാധാരണ സംഭാഷണങ്ങളിലൊക്കെ പറയുന്നത് തെറ്റും. എന്നാൽ പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, പത്രോസിന്റെ പിൻഗാമി എന്ന നിലയ്ക്ക് മാർപ്പാപ്പ പുറപ്പെടുവിക്കുന്നതായ പ്രസ്താവനകൾ, കൽപ്പനകൾ, വിധിന്യായങ്ങൾ, തീർപ്പുകൾ അതൊന്നും ഒരിക്കലും തെറ്റുകയില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ തെറ്റുപറ്റാത്തവനായി മാർപ്പാപ്പയെ അവർ പ്രതിഷ്ഠിച്ചു. ഇതിനൊന്നും തന്നെ ദൈവവചനത്തിൽ ആധാരമില്ല. അങ്ങനെ ദൈവവചനത്തിൽ അടിസ്ഥാനമില്ലാത്ത, ദൈവീക പദ്ധതിയിലില്ലാത്ത മാർപ്പാപ്പ തൊട്ട് എല്ലാം ഉണ്ടായി. അവിടെ കർദിനാളന്മാരുണ്ട്. എന്താണ് കർദിനാൾ? കർദിനാളന്മാരെ രാജകുമാരന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം കർദിനാളന്മാരിൽ നിന്നാണ് സാധാരണയായിട്ട് പോപ്പിനെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ കൃത്യമായി പറഞ്ഞാൽ ഏതു വ്യക്തിക്കും പോപ്പാകാം. അതായത് ഏത് കത്തോലിക്കനും പോപ്പാകാം. പുരോഹിതനായിരിക്കണമെന്ന് പോലുമില്ല. അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. 12 വയസ്സുള്ള പോപ്പും 16 വയസ്സുള്ള പോപ്പും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവരാരും പുരോഹിതന്മാരല്ലായിരുന്നു. പൗരോഹിത്യം എന്താണെന്ന് തന്നെ അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ വെറും സ്വാധീനത്തിന്റെ ഫലമായിട്ട്, ജനസ്വാധീനമുള്ളതുകൊണ്ട് ചില കുതന്ത്രങ്ങൾ പ്രയോഗിച്ച് 12 വയസ്സും 16 വയസ്സും ഒക്കെ ഉള്ളപ്പോൾ മാർപ്പാപ്പ ആയിട്ടുണ്ട്. അങ്ങനെ പലവിധത്തിലുള്ള അക്രമങ്ങളും നടന്നിട്ടുണ്ട്. മാർപ്പാപ്പമാരുടെ ചരിത്രത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ആവശ്യമെങ്കിൽ പിന്നീട് ഒരിക്കൽ അതേപ്പറ്റി വിശദീകരിക്കാം. അങ്ങനെ ഏത് വ്യക്തിക്കും മാർപ്പാപ്പ ആകാമെങ്കിലും ഇപ്പോൾ കർദിനാളന്മാരുടെ ഇടയിൽ നിന്നാണ് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത്. എന്താണ് ഈ കർദിനാൾ എന്ന് പറയുന്നത്? പ്രധാന പട്ടണത്തിൽ ഒരു ബിഷപ്പ് ഉണ്ടാകും, ഒരു സഭയുണ്ടാകും. ആ സഭയ്ക്ക് ഒരു ബിഷപ്പ്, മേൽനോട്ടക്കാരനുണ്ടായിരിക്കും. ആ സഭയുടെ ചുറ്റുപാടും ചെറിയ സഭകളുണ്ടാകും. ആ സഭകളിലും ശുശ്രൂഷകന്മാരുണ്ട്. അവരുടെ എല്ലാം നേതാവാണ് പ്രധാന സഭയുടെ അധ്യക്ഷനായ ആ ബിഷപ്പ്. റോമിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. റോമിൽ വലിയ ഒരു ചർച്ച് ഉണ്ടായിരുന്നു. ചർച്ച എന്ന് പറഞ്ഞാൽ കെട്ടിടമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വലിയ ഒരു സഭയുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ അംഗങ്ങളായുള്ള വലിയ സഭ. ആ സഭയുടെ തലവനായ ബിഷപ്പിന് സ്വാഭാവികമായും വലിയ അധികാരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ റോമിന് ചുറ്റുമായി നിരവധി ചെറിയ സഭകൾ രൂപം കൊണ്ടു. എല്ലാ ദിവസവും റോമിലെ പ്രധാന സഭയിൽ വന്ന് ആരാധിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇതുണ്ടായത്. അങ്ങനെ റോമിന് ചുറ്റുമായി ഉണ്ടായ ചെറിയ സഭകളിലും ശുശ്രൂഷകന്മാരുണ്ടായി. റോമിലെ പ്രധാന സഭയാണ് അവരുടെ മാതൃസഭ.
റോമിലെ സഭയുടെ ബിഷപ്പ് മരിച്ചു പോകുന്നു. അപ്പോൾ പുതിയ ഒരു ബിഷപ്പിനെ തെരഞ്ഞെടുക്കണം. ആരാണ് തെരഞ്ഞെടുക്കേണ്ടത്? റോമിലെ സഭയിലെ അംഗങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. റോമിലെ സഭയിലെ അംഗങ്ങളാണ് ചുറ്റുപാടുമുള്ള കൊച്ചു സഭകളിലെ അംഗങ്ങളെല്ലാം തന്നെ. അവരെല്ലാം ചേർന്നാണ് റോമിലെ സഭയുടെ തലവനെ തെരഞ്ഞെടുത്തിരുന്നത്. ആദ്യകാലങ്ങളിലെ മാർപ്പാപ്പമാരുടെ തെരഞ്ഞെടുപ്പ് അങ്ങനെ തന്നെയായിരുന്നു. അതായത് റോമിലെ സഭയിലെ അംഗങ്ങൾ ആരൊക്കെയോ അവരെല്ലാം ചേർന്നാണ് മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ കാലക്രമത്തിൽ അതിന് ബുദ്ധിമുട്ടുണ്ടായി. ജനസ്വാധീന നിമിത്തം അയോഗ്യരായ വ്യക്തികൾ തെരഞ്ഞെടുക്കപ്പെടുവാനും ഇടയായി. അതുകൊണ്ട് പുതിയ ചട്ടങ്ങളൊക്കെ പിന്നീടുണ്ടായി. അങ്ങനെയാണ് റോമിന്റെ ചുറ്റുപാടുമുള്ള ചെറിയ പള്ളികൾ, ആ പള്ളികളുടെ തലവന്മാരെ ചേർന്നു വേണം മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനെന്നും ജനങ്ങൾക്ക് അത് അംഗീകരിക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ എന്നും ചട്ടം നിലവിൽ വന്നത്. ഇപ്പോൾ അതാണ് നടക്കുന്നത്. കർദിനാളന്മാരെന്ന് പറയുന്നവർ റോമിന് ചുറ്റുപാടുമുള്ളതായ സഭകളിലെ അധികാരികളാണ്. അത് 3 തരത്തിലുണ്ട്. ബിഷപ്പുമാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, ഡീക്കന്മാരുണ്ട്. കർദിനാളന്മാരിങ്ങനെ 3 തരത്തിൽപ്പെട്ടവരാണ്. കർദിനാൾ ബിഷപ്പുണ്ട്, കർദിനാൾ പ്രീസ്റ്റ് ഉണ്ട്, കർദിനാൾ ഡീക്കനുണ്ട്. കർദിനാളിനെ നിയമിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയെ റോമിന് ചുറ്റുപാടുമുള്ള ഏതെങ്കിലും ഒരു സഭയിലെ ബിഷപ്പായോ അല്ലെങ്കിൽ അവിടുത്തെ പുരോഹിതനായോ അല്ലെങ്കിൽ അവിടുത്തെ ഡീക്കനായോ നിയമിക്കും. അങ്ങനെ റോമിന് ചുറ്റുമുള്ളതായ ഏതെങ്കിലും പള്ളിയിലെ ബിഷപ്പോ പുരോഹിതനോ ഡീക്കനോ ആണ് എല്ലാ കർദിനാളും. ഈ കർദിനാളന്മാരാണ് തങ്ങളിൽ നിന്നൊരാളെ റോമിലെ സഭയുടെ തലവനായിട്ട് തെരഞ്ഞെടുക്കുന്നത്, റോമിലെ സഭയുടെ ബിഷപ്പായി പാസ്റ്ററായി തെരഞ്ഞെടുക്കുന്നത്. ആ വ്യക്തിയെ ആ പട്ടണത്തിലെ ജനം അംഗീകരിക്കുന്നു, അത്രമാത്രം. അത് പിന്നെ ലോകമെമ്പാടുമുള്ള കത്തോലിക്കരെല്ലാം അംഗീകരിക്കുന്നു. അത് പിന്നാലെ ഉണ്ടായ കാര്യമാണ്. എന്നാൽ ഈ പറഞ്ഞു വന്നതിനൊന്നിനും ദൈവവചനത്തിന് അടിസ്ഥാനമില്ല. ദൈവസഭയിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് അല്ലെ ഉണ്ടാകണമെന്നതിനെ സംബന്ധിച്ച് ദൈവവചനത്തിൽ സൂചന പോലുമില്ല. ദൈവവചനത്തിന്റെ പരിധിക്ക് പുറത്തുള്ളതായ ഉപദേശങ്ങളാണ്, ചട്ടങ്ങളാണ്, നിയമങ്ങളാണ് ഇതൊക്കെ എന്ന് നാം അറിഞ്ഞിരിക്കണം. ഇന്നിപ്പോൾ സിംഹാസനങ്ങളുടെ വഴക്കുകൾ നടക്കുകയാണ്. കേരളത്തിൽ ഭയങ്കര വഴക്കാണ്. ചിലർ പറയുന്നു തോമാസ് ശ്ലീഹായ്ക്ക് സിംഹാസനമുണ്ട്, കാതോലിക്ക ബാവ ആ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. മറ്റു ചിലർ പറയുന്നു അങ്ങനല്ല, പത്രോസിന് മാത്രമേ സിംഹാസനമുള്ളൂ, ആ സിംഹാസനം അന്ത്യോക്യയിലാണ്, അന്ത്യോക്യയിലെ പാത്രിയാർക്കീസാണ് ഇപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. തോമാസ് ശ്ലീഹ പത്രോസിന്റെ കീഴിലുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തോമാസ് ശ്ലീഹായുടെ അധികാരം കൈയാളുന്ന മലങ്കര മെത്രാപ്പോലീത്ത അല്ലെങ്കിൽ കാതോലിക്ക എന്ന് വിളിക്കുന്ന വ്യക്തി ഈ അന്ത്യോക്യൻ പാത്രിയാർക്കീസിന്റെ കീഴിലായിരിക്കണം. ഇത് പറഞ്ഞ് അന്യോന്യം കൊല്ലുന്നു, പള്ളികൾ ഇടിച്ചു നിരത്തുന്നു. അങ്ങനെ കേരളം തന്നെ രക്തക്കളമാക്കി മാറ്റുന്നു. ഇല്ലാത്ത സിംഹാസനത്തിന്റെ പേരിൽ പത്രോസിന് സിംഹാസനമില്ല, തോമാസ് ശ്ലീഹായിക്ക് സിംഹാസനമില്ല, പൗലോസിനും യാക്കോബിനും സിംഹാസനമില്ല. 12 അപ്പോസ്തലന്മാർ 12 സിംഹാസനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കുന്ന ഒരു കാലം വരുന്നു. പക്ഷേ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇവർക്കാർക്കും സിംഹാസനമില്ല. തോമാസ് ശ്ലീഹ കേരളത്തിൽ വന്നോ എന്ന് പോലും നിശ്ചയമില്ല. മറ്റൊരു ക്ലാസ്സിൽ നാം ആ വിഷയം പഠിക്കുന്നുള്ളത് കൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല. ഏതായാലും തോമാസ് ശ്ലീഹ വന്നു എന്ന് പറഞ്ഞാണ് ഇവർ കോലാഹലം കൂട്ടുന്നത്. തോമാസ് ശ്ലീഹ വന്നോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. വന്നെങ്കിലും പ്രശ്നമൊന്നുമില്ല, അദ്ദേഹത്തിന് സിംഹാസനമില്ല. ഇല്ലാത്ത സിംഹാസനത്തിന്റെ പേരിൽ അന്യോന്യം കടിപിടി കൂട്ടി ദൈവനാമം ദുഷിപ്പിക്കുകയും ക്രമസമാധാനം തകർക്കുകയും ചെയ്യുന്നത് അർത്ഥശൂന്യമാണ്, കൊടും പാതകമാണ്, അത് പാപമാണ്, സാത്താന്യമാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. ഇത്രയുമൊക്കെ പറഞ്ഞു വരുമ്പോൾ പലരും പറയും ഇതൊക്കെ നിങ്ങൾ പട്ടത്ത സഭകളെ കുറ്റം പറയുവാൻ വേണ്ടി പറയുന്നതാണ്. വേർപെട്ട സഭകളെന്ന് പറയുന്ന സഭകളിൽ പോലും ഇതുപോലുള്ള പൗരോഹിത്യമില്ലേ? ശരിയാണ്, ഏട്ടിലെ പശു പുല്ലു തിന്നുന്നില്ല എന്ന് പറഞ്ഞതുപോലെ വേർപെട്ടെന്ന് അഭിമാനിക്കുന്ന പല സഭകളിലും പൗരോഹിത്യം ഇന്ന് ബാക്ക് ഡോറിലൂടെ കടന്നു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഉദാഹരണമായി പെന്തക്കോസ്ത് സഭകൾ, അവിടെ പൗരോഹിത്യമില്ല എന്ന് പറയും. പക്ഷേ വിശ്വാസിയെന്നും പാസ്റ്റർ എന്നുമുള്ള വ്യത്യാസമുണ്ട്. വിശ്വാസി എത്ര ശ്രേഷ്ഠനായാലും അവൻ വിശ്വാസിയാണ്, കൈവപ്പ് കിട്ടിയവൻ പാസ്റ്ററാണ്. ഈ അടുത്ത കാലത്തായുള്ള ഒരു പ്രവണത, ഏതെങ്കിലും ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന വ്യക്തി കുറച്ചു കാലം ശുശ്രൂഷ ചെയ്യുമ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഇവാഞ്ചലിസ്റ്റ് എന്നുള്ള പേരിലാണ്. പിന്നീട് ഓർഡിനേഷൻ ലഭിക്കുമ്പോൾ ഇവാഞ്ചലിസ്റ്റ് പാസ്റ്ററായി മാറുന്നു. പിന്നെ കുറച്ച് കാശൊക്കെയായി അമേരിക്ക ലോകത്തിലൊക്കെ ഒന്ന് വിസിറ്റും കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹം റവറന്റ് ആകുന്നു. അതിനിടയ്ക്ക് ഇദ്ദേഹം സെൻട്രൽ പാസ്റ്ററായെന്ന് വരാം, സഭയുടെ തലപ്പത്തെത്തിയെന്ന് വരാം.
ഇതിനൊന്നും ദൈവവചനത്തിൽ ആധാരമില്ല എന്ന് ഓർത്തുകൊള്ളുക. പെന്തക്കോസ്ത് സഭയെന്നല്ല, ഏത് ദൈവസഭയുണ്ടായാലും ദൈവസഭയിൽ ശുശ്രൂഷകന്മാരും ശുശ്രൂഷക്കാരത്തികളും ഉണ്ടാകണം. അവരുടെ തലവനായി ബിഷപ്പ്, ഓവർസിയർ, പാസ്റ്റർ ഉണ്ടായിരിക്കണം. ലോക്കൽ സഭയ്ക്ക് മേളിൽ മറ്റൊരു സംഘടന ഉണ്ടാകുവാൻ പാടില്ല. IPC എന്നോ ശാരോൻ എന്നോ ചർച്ചക്കോടെന്നോ അസംബ്ലീസ് കോടെന്നോ ഒക്കെ പേരിലുള്ള സംഘടനകൾ ദൈവികമല്ല, ദൈവിക പദ്ധതിയിൽപ്പെട്ട കാര്യമല്ല. വിശ്വാസികളുടെ പ്രാദേശിക കൂട്ടമായ ദൈവസഭ, അതിനപ്പുറത്ത് മറ്റൊന്നില്ല. പിന്നെ അപ്പോസ്തലന്മാരുണ്ടാകാം. അവർ സഭകളുടെ മേൽ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള കർത്തൃത്വമല്ല, ഒരാടും ഇടയനും തമ്മിലുള്ളതായ ബന്ധം പോലെ ആ സ്നേഹത്തിന്റെ പേരുള്ള അധികാരങ്ങൾ പൗലോസ് കൊരിന്തിലെ സഭയുടെ മേൽ പ്രയോഗിച്ച ആ അധികാരം, അതുമാത്രമുള്ള അപ്പോസ്തലന്മാരുണ്ട്. അങ്ങനെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഒക്കെ ഉണ്ടാകാമെന്നല്ലാതെ സംഘടനകൾ ഉണ്ടാക്കുവാൻ വ്യവസ്ഥയില്ല. സംഘടനയുടെ പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ വിശേഷിച്ചൊരു അധികാരവുമില്ല. മാത്രമല്ല, സെൻട്രൽ പാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഈ അത്ഭുത ജീവിയെ ദൈവവചനത്തിൽ എങ്ങും കണ്ടുകിട്ടുന്നില്ല എന്നും കൂടെ ഇതോടുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ. അതുകൊണ്ട് ഏതെങ്കിലും പട്ടത്വ സഭകളെ ഞാൻ വെറുതെ അവഹേളിക്കാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞു എന്ന് നിങ്ങൾ ആരും ധരിക്കരുത്. അതല്ല വസ്തുത. പട്ടത്വ സഭകളോട് എനിക്ക് വിശേഷിച്ച് യാതൊരു വിരോധവുമില്ല. പെന്തക്കോസ്ത് സഭകളോട് വിശേഷിച്ച് ഒരു മമതയുമില്ല. ഞാൻ ദൈവദാസൻ മാത്രമാണ്. ദൈവവചനം മാത്രമാണ് എന്റെ ആധാരം. ദൈവവചനത്തിന്റെ അതിർവിട്ടു പോകുന്ന ഒരുവനും ദൈവമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പട്ടത്വ സഭകളിലെ ചില ആചാരങ്ങളെ ഞാൻ എതിർക്കുന്നു. കാരണം അവർ ദൈവവചനത്തിന്റെ അതിർവിട്ടു പോയതുകൊണ്ടാണ്. പെന്തക്കോസ്ത് സഭകളിൽ നിലനിൽക്കുന്ന ചില ദുരാചാരങ്ങളെ ഞാൻ എതിർക്കുന്നു. കാരണം അതും ദൈവവചനത്തിന്റെ അതിർവിട്ടു പോയതുകൊണ്ട് തന്നെയാണ്. പട്ടത്വ സഭകളിലുള്ളതുപോലെ അല്ലെങ്കിൽ പോലും മറ്റൊരു രീതിയിൽ ഇന്ന് പെന്തക്കോസ്ത് സഭകളിൽ പൗരോഹിത്യം നിലനിൽക്കുന്നുണ്ട്. വിശ്വാസിയും പുരോഹിതനെന്നും അല്ലെങ്കിൽ വിശ്വാസിയെന്നും പാസ്റ്റർ എന്നുമുള്ള വ്യത്യാസം പെന്തക്കോസ്ത് സഭകളിൽ നിലനിൽക്കുന്നുണ്ട്. വിശ്വാസിയും ശുശ്രൂഷകനും തമ്മിൽ ശുശ്രൂഷയിലുള്ള വ്യത്യാസമല്ലാതെ മറ്റൊരു വ്യത്യാസവുമില്ല എന്ന വസ്തുത പെന്തക്കോസ്ത് സഭകൾ ഭൂരിപക്ഷവും ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. സംഘടനയുടെ നേതാക്കന്മാർ കൈവെക്കുന്നതോടെ ഇവർക്ക് വിശേഷിച്ചെന്തോ അധികാരം ലഭിച്ചുവെന്നും ഓർഡിനേഷൻ ലഭിച്ചതായ പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ എന്തോ വിശേഷ ഇനങ്ങളാണെന്നും അവർ ധരിക്കുന്നു. ഇതിന് ദൈവവചനത്തിൽ ആധാരമില്ല. ഈ സംഘടനകൾ നൽകുന്ന ഓർഡിനേഷൻ, അതിന് ദൈവവചനത്തിന്റെ പിൻബലമില്ല. ദൈവം കൊടുത്ത അധികാരങ്ങളുമില്ല. സംഘടന ഒരു വ്യക്തിക്ക് ഓർഡിനേഷൻ കൊടുത്തതുകൊണ്ട് മാത്രം ഒരധികാരവും ആ വ്യക്തിക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് പറയട്ടെ, പെന്തക്കോസ്ത് സഭകളിൽ ദുരാചാരങ്ങളുണ്ട്, വചനവിരുദ്ധമായ പ്രവർത്തനങ്ങളുണ്ട്. അതിനെ ഞാൻ എതിർക്കുന്നു. നിങ്ങളും എതിർക്കേണ്ടതാണ്. പട്ടത്വ സഭകളിൽ വചനവിരുദ്ധമായ കാര്യങ്ങളുണ്ട്, അതിനെ എതിർക്കേണ്ടതാണ്. ഏതാണ് ശരി എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം. അതുകൊണ്ട് വീണ്ടും പറയട്ടെ, ദൈവവചനം നന്നായി പഠിക്കുക. ദൈവവചനത്തിൽ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക. ദൈവവചനത്തിന്റെ അതിർവിട്ടു പോകുന്ന ഒരുവനും ദൈവമില്ല. ദൈവസഭയിൽ അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, അധ്യാപകൻ എന്നിങ്ങനെ 5 തരം ശുശ്രൂഷകന്മാരുണ്ട്. പ്രാദേശിക സഭയിൽ ശുശ്രൂഷകന്മാരും ശുശ്രൂഷക്കാരത്തികളും ഉണ്ടാകണം. അവരുടെ തലവനായി പാസ്റ്റർ അല്ലെങ്കിൽ ബിഷപ്പ് ഉണ്ടാകണം. പ്രാദേശിക സഭകൾക്കുമേൽ പിന്നെ ആരുമില്ല. പ്രാദേശിക സഭകൾ ചേർത്ത് സംഘടനകൾ ഉണ്ടാക്കരുത്. സംഘടനകൾ ഉണ്ടാക്കി അതിന്റെ നേതാക്കന്മാർ സഭയുടെ നേതാക്കന്മാരായി വിലസുന്നത് ശരിയല്ല. മാത്രമല്ല, സംഘടനകൾ നൽകുന്ന ഓർഡിനേഷന് ദൈവവചനത്തിൽ അടിസ്ഥാനമില്ല. അത് ദൈവികമല്ല. ദൈവികമായ ഒന്നും ആ ഓർഡിനേഷനിലൂടെ ലഭിക്കുന്നില്ല. വിശ്വാസിയെന്നും പാസ്റ്ററെന്ന്, വിശ്വാസിയെന്നും ശുശ്രൂഷകനെന്ന് ഒക്കെയുള്ള വേർതിരിവുകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ശുശ്രൂഷയിലുള്ള വ്യത്യാസമല്ലാതെ വിശ്വാസിയും ശുശ്രൂഷകനും തമ്മിൽ വ്യത്യാസമൊന്നും തന്നെയില്ല. മാത്രമല്ല, ഒരു വ്യക്തിയും റവറന്റ് അല്ല. റവറന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരൻ എന്നർത്ഥം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഭയങ്കരൻ എന്നല്ലാതെ ദൈവവചനത്തിൽ മറ്റൊരു റവറന്റിനെ പറ്റി പറഞ്ഞിട്ടില്ല. പത്രോസോ പൗലോസോ യോഹന്നാനോ റവറന്റാണെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. വിശ്വാസി റവറന്റ് ആണെങ്കിൽ മാത്രമേ പത്രോസിനും പൗലോസിനും റവറന്റ് ആകാൻ പറ്റൂ. കാരണം പത്രോസിനും പൗലോസിനും ആ രംഗത്ത് വിശ്വാസിയേക്കാൾ വിശേഷിച്ചൊരു അധികാരവുമില്ല. ഇനിയും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെ ചില കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തോടടുക്കുവാൻ പുരോഹിതന്മാരുടെ ആവശ്യമുണ്ടോ, പാസ്റ്റർമാരുടെ ആവശ്യമുണ്ടോ തുടങ്ങിയതായ വിഷയങ്ങളിലേക്കാണ് നാം തുറന്നു വരേണ്ടത്. എങ്കിലും ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുവാനുള്ള സമയമായി. അതുകൊണ്ട് ഈ വിഷയം ഇവിടെ നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂദാശകളെക്കുറിച്ചും പൗരോഹിത്യ ശുശ്രൂഷകളെക്കുറിച്ചും ഒക്കെയും തുറന്നു പഠിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യ വീടൊന്നുണ്ടവിടയെത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം